ഹായ് ഓൾ. റെഫ്രിജറേഷൻ സിസ്റ്റത്തിനെ കുറിച്ചിട്ടും അതുപോലെ ഡിഫറെൻറ്റ് കൈൻഡ്സ് ഓഫ് റെഫ്രിജറേഷൻ സൈക്കിൾസ് ആയ ബെൽകോൾമൻ സൈക്കിൾ, അതുപോലെ വേപ്പർ കംപ്രഷൻ സൈക്കിൾ തുടങ്ങിയ സൈക്കിളുകളെ കുറിച്ചിട്ടാണ് നമ്മളിന്ന് പഠിക്കുന്നത്. പിന്നെ അതുപോലെ നമ്മൾ ഒരുപാട് സൈക്കിൾസ് ആയി പഠിക്കുന്നു. എന്തൊക്കെയായിരുന്നു പഠിച്ചത് മുന്നേ? റാങ്കൈൻ സൈക്കിൾ, ദെൻ ഓട്ടോ സൈക്കിൾ, ഡീസൽ സൈക്കിൾ, ബ്രൈറ്റൺ സൈക്കിൾ, ഇപ്പോൾ ഇതേ റെഫ്രിജറേഷൻ സൈക്കിളും പഠിക്കുന്നു. സോ നിങ്ങൾക്ക് കൺഫ്യൂഷൻ ഉണ്ടാകാൻ നല്ല പ്രോബിലിറ്റി ഉണ്ട്. അപ്പോൾ നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഒന്നെങ്കിൽ ഞാൻ പറഞ്ഞ ട്രിക്ക് യൂസ് ചെയ്തിട്ട് പഠിക്കുക. അങ്ങനെ പഠിച്ചവർക്ക് ഞാൻ വീണ്ടും ഈ ഒരു ട്രിക്ക് പറഞ്ഞു തരാം. ഈ ഒരു സൈക്കിൾ എങ്ങനെ നിങ്ങൾ പഠിക്കണം എന്നുള്ളതും കൺഫ്യൂഷൻ ആവാതെ എങ്ങനെ എക്സാം ഹാളിൽ എഴുതാൻ പറ്റും എന്നുള്ളത് മുന്നിലേക്ക് പോകുമ്പോൾ തീർച്ചയായും ഞാൻ പറഞ്ഞുതരാം. അപ്പം അതിന് മുന്നേ നമ്മൾ സെക്കൻഡ് ഓഫ് തെർമോഡൈനാമിക്സ് പഠിച്ചപ്പോൾ ബേസിക് ആയിട്ട് തന്നെ ഒരു ഹീറ്റ് പമ്പും റെഫ്രിജറേറ്ററും തമ്മിലുള്ള ഡിഫറൻസും കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആ ഒരു ഫണ്ടമെന്റലും കൂടെ നിങ്ങൾക്ക് അറിയാമെന്നുണ്ടെങ്കിൽ ഞാൻ പറയുന്ന കാര്യങ്ങൾ കംപ്ലീറ്റ് ആയിട്ട് തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും. സോ നമുക്ക് നോക്കാം ആദ്യം എന്താണ് റെഫ്രിജറേഷൻ എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് അറിയാവുന്ന കാര്യം തന്നെയാണ് എന്ത്? റെഫ്രിജറേഷൻ ഈസ് ദി സയൻസ് ഓഫ് പ്രൊഡ്യൂസിങ് ആൻഡ് മെയിൻറ്റെയിനിങ് ടെമ്പറേച്ചേഴ്സ് ബിലോ ദാറ്റ് ഓഫ് സറൗണ്ടിങ് അറ്റ്മോസ്ഫിയർ. അതായത് ഒരു പർട്ടിക്കുലർ സ്പേസിലുള്ള സ്പേസിനെ നമ്മൾ സറൗണ്ടിങ്ങിലുള്ള അറ്റ്മോസ്ഫിയറിൻ്റെ ടെമ്പറേച്ചറിനേക്കാളും താഴ്ന്ന ടെമ്പറേച്ചറിൽ മെയിൻറ്റെയിൻ ചെയ്യുക എന്നുള്ളതാണ് ഈ ഒരു റെഫ്രിജറേഷൻ കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ദെൻ നമുക്ക് നോക്കാം, ഈ ഒരു റെഫ്രിജറേഷൻ ഈസ് ജനറലി പ്രൊഡ്യൂസ്ഡ് ഇൻ വൺ ഓഫ് ദി ഫോളോയിങ് 3 വേസ്. അപ്പോൾ നമുക്കൊരു റെഫ്രിജറേഷൻ എഫക്റ്റ് ഇല്ലെങ്കിൽ കൂളിംഗ് എഫക്റ്റ് ഉണ്ടാകുന്നത് പ്രധാനമായും ഈ 3 മെത്തേഡുകളിലൂടെയാണ്. എന്തൊക്കെയാണ് നമുക്ക് നോക്കാം. ബൈ മെൽറ്റിംഗ് ഓഫ് എ സോളിഡ്, ദെൻ ബൈ സബ്ലിമേഷൻ ഓഫ് എ സോളിഡ്, ബൈ ഇവാപ്പറേഷൻ ഓഫ് എ ലിക്വിഡ്. അപ്പോൾ ഈ 3 മെത്തേഡുകളിലും ഈ ഫസ്റ്റ് 2 മെത്തേഡ് ഉണ്ടല്ലോ, ബൈ മെൽറ്റിംഗ് ഓഫ് എ സോളിഡും ദെൻ ബൈ ദി സബ്ലിമേഷൻ ഓഫ് സോളിഡ്, ഇത് രണ്ടും മോറോളസ് സെയിം മെക്കാനിസത്തിലൂടെയാണ് നമുക്ക് റെഫ്രിജറേഷൻ എഫക്റ്റ് ഉണ്ടാകുന്നത്. സോ അതെങ്ങനെയാണെന്നുള്ളത് ഞാൻ ആദ്യം തന്നെ ഈ ഒരു ബൈ ദി മെൽറ്റിംഗ് ഓഫ് സോളിഡിൻ്റെ എക്സാമ്പിൾ വെച്ചിട്ട് പറഞ്ഞുതരാം. അപ്പോൾ അതിനായിട്ട് ഒരു ഐസ് കൺസിഡർ ചെയ്യുക. ഓക്കെ, ഒരു ഐസ് ക്യൂബ് കൺസിഡർ ചെയ്യുക. അപ്പോൾ നമുക്കറിയാം ഒരു റെഫ്രിജറേറ്ററിൻ്റെ അകത്ത് നിന്ന് ഒരു ഐസ് ക്യൂബ് എടുത്ത് കൈമിൽ വെച്ചാൽ തന്നെ അറിയാം കുറച്ച് കഴിഞ്ഞാൽ അതെന്ത് സംഭവിക്കും? അതിൻ്റെ ഫേസ് മാറിയിട്ട് ലിക്വിഡ് സ്റ്റേറ്റിലേക്കാകും അല്ലേ? അപ്പോൾ ആ ഒരു മെക്കാനിസം എങ്ങനെയാണ്? ഒരു സോളിഡ് ആയിട്ടുള്ള ഐസ് ലിക്വിഡ് ആയിട്ടുള്ള വാട്ടർ സ്റ്റേറ്റിലേക്ക് മാറുമ്പോൾ എന്ത് മെക്കാനിസമാണ് അവിടെ സംഭവിക്കുന്നത് നമുക്ക് പരിശോധിച്ചാൽ എങ്ങനെയാണ് ഈ കൂളിംഗ് എഫക്റ്റ് കിട്ടുന്നതെന്ന് മനസ്സിലാക്കും. അപ്പോൾ അതിനായിട്ട് നിങ്ങൾ അസ്യൂം ചെയ്യുക നിങ്ങളുടെ കയ്യിൽ ഒരു ഐസ് ക്യൂബ് ഉണ്ടെന്ന്. ഓക്കെ, അപ്പോൾ ആ ഒരു ഐസ് ക്യൂബ് കുറച്ച് നേരം കഴിഞ്ഞാൽ നിങ്ങൾക്ക് തന്നെ മനസ്സിലാവും, അല്ലെങ്കിൽ അറിയാവുന്ന കാര്യമാണ് എന്ത്? അത് വാട്ടറായിട്ട് മാറുന്നുള്ളത് അല്ലേ? അപ്പോൾ ആ ഒരു മെക്കാനിസം എങ്ങനെയാണെന്നുള്ളതാണ് നമുക്കിവിടെ നോക്കേണ്ടത്. നമുക്കറിയാം ഐസിൻ്റെ ടെമ്പറേച്ചർ എന്ന് പറഞ്ഞാൽ നമ്മുടെ ബോഡി ടെമ്പറേച്ചറിനേക്കാളും അതുപോലെ റൂം ടെമ്പറേച്ചറിനേക്കാളും വളരെ കുറവാണെന്ന് അറിയാം അല്ലേ? അപ്പോൾ ഈ സോളിഡ് സ്റ്റേറ്റിലുള്ള ഐസ് എന്ത് ചെയ്യും? നമ്മുടെ ശരീരത്തിൽ നിന്ന് കൈമിലാണ് പിടിച്ചതെങ്കിൽ കയ്യിലുള്ള അതായത് ബോഡിയുടെ ഹീറ്റ് അബ്സോർബ് ചെയ്തിട്ടും അതുപോലെ സറൗണ്ടിങ്ങിലുള്ള ഹീറ്റ് അബ്സോർബ് ചെയ്തിട്ട് എന്ത് സംഭവിക്കും? അതായത് സോളിഡ് സ്റ്റേറ്റിലുള്ള ഒരു ബോഡിയെ നമ്മൾ ഹീറ്റ് ചെയ്ത് എന്ത് സംഭവിക്കും? അതിൻ്റെ ഫേസ് ചേഞ്ച് ചെയ്തിട്ട് ലിക്വിഡായിട്ട് മാറും അല്ലേ? അപ്പോൾ ആ ഒരു ഐസ് നമ്മളെ ശരീരത്തിൽ നിന്ന് ഹീറ്റ് അബ്സോർബ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? നമുക്കൊരു കൂളിംഗ് എഫക്റ്റ് കിട്ടും. അപ്പോൾ അങ്ങനെയാണ് ബൈ ദി മെൽറ്റിംഗ് ഓഫ് ഐസ് കൊണ്ട് നമുക്കൊരു മെൽറ്റിംഗ് ഓഫ് ഐസ് ഇല്ലെങ്കിൽ മെൽറ്റിംഗ് ഓഫ് സോളിഡ് കൊണ്ട് കൂളിംഗ് എഫക്റ്റ് ഇല്ലെങ്കിൽ റെഫ്രിജറേഷൻ എഫക്റ്റ് കിട്ടുന്നത് എന്നുള്ളത് മനസ്സിലാക്കുക. ദെൻ നെക്സ്റ്റ് മെത്തേഡ് ആണ് എന്ത്? ബൈ ദി സബ്ലിമേഷൻ ഓഫ് സോളിഡ്. അപ്പം സബ്ലിമേഷൻ ഓഫ് സോളിഡ് കൊണ്ടും സെയിം മെക്കാനിസം തന്നെയാണ്. പക്ഷേ ഇവിടെ എന്താണ്? സോളിഡിന് ഡയറക്റ്റ് ആയിട്ട് വേപ്പർ സ്റ്റേറ്റിലേക്ക് ആയിരിക്കും കൺവേർട്ട് ആവുക. അതിൻ്റെ ഇടയ്ക്കൊരു ലിക്വിഡ് ഫേസ് എന്ന് പറഞ്ഞൊരു ഫേസ് ഉണ്ടാവില്ല. സോളിഡിന് ഡയറക്റ്റ് ആയിട്ട് വേപ്പർ ഫേസിൽ പോകും. അവിടെയും എന്തുണ്ടാവും? നമുക്കൊരു കൂളിംഗ് എഫക്റ്റ് ഇല്ലെങ്കിൽ റെഫ്രിജറേഷൻ എഫക്റ്റ് ഉണ്ടാകുമെന്ന് മനസ്സിലായിക്കോളാം. ഓക്കെ, അപ്പോൾ ഇത് രണ്ടും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഇനി നമ്മളെ എയർ കൂളറുകൾ ഉണ്ടല്ലോ, ചില ഫംഗ്ഷൻസിനൊക്കെ പോകുമ്പോൾ കാണാം എന്താണ്? നമ്മളെ ആ ഒരു എയർ കൂളറിൻ്റെ അകത്ത് ഐസ് ക്യൂബുകൾ ഇട്ട് കൊടുക്കും, ഫിൽ ചെയ്ത് കൊടുക്കും അല്ലേ? അപ്പോൾ അവിടെ ഒരു കൂളിംഗ് എഫക്റ്റ് കിട്ടുന്നത് എങ്ങനെയാണ്? ബൈ മെൽറ്റിംഗ് ഓഫ് സോളിഡും അതുപോലെ സബ്ലിമേഷൻ ഓഫ് സോളിഡ് കൊണ്ട് മെൽറ്റിംഗ് ഓഫ് സോളിഡ് കൊണ്ടാണ്. ഓക്കെ, സോറി, സബ്ലിമേഷൻ അല്ല, മെൽറ്റിംഗ് ഓഫ് സോളിഡ് കൊണ്ടാണ്. കാരണം എന്താണ്? അവിടെ ആ ഐസ് ക്യൂബുകൾ മെൽറ്റ് ചെയ്യുന്നത് കൊണ്ടാണ്. ആ ഒരു മെൽറ്റ് ചെയ്യുമ്പോൾ അബ്സോർബ് ചെയ്യുന്ന ഹീറ്റ് യൂസ് ചെയ്തിട്ടാണ് കൂളിംഗ് ഫാനുകൾ വർക്ക് ചെയ്യുന്നത്. ദെൻ മോസ്റ്റ് ഇമ്പോർട്ടൻ്റ്ലി സെക്കൻഡ് മെത്തേഡാണ് ബൈ ഇവാപ്പറേഷൻ ഓഫ് എ ലിക്വിഡ്. ഇതിനൊരു ബെസ്റ്റ് എക്സാമ്പിൾ ആണ് എന്ത്? ഇവാപ്പറേഷൻ. ഇതിന് ഫണ്ടമെൻ്റലി നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഇവാപ്പറേഷൻ കോസസ് കൂളിംഗ്. ഓക്കെ, ഇവാപ്പറേഷൻ കോസസ് കൂളിംഗ് എങ്ങനെയാണെന്നുള്ളത് ഒരു ബെസ്റ്റ് എക്സാമ്പിൾ പറഞ്ഞാൽ ഇപ്പം നമ്മളെല്ലാവരും സാനിറ്റൈസേഴ്സ് യൂസ് ചെയ്യുന്നതാണ് അല്ലേ? അപ്പോൾ അതിൽ യൂസ് ചെയ്യുന്ന ആൽക്കഹോൾ ബേസ്ഡ് സാനിറ്റൈസേഴ്സ് ആണെന്നുണ്ടെങ്കിൽ ആൽക്കഹോളിന് പ്രത്യേകത ഉണ്ട്. എന്താണ്? അതിൻ്റെ വേപ്പർ പ്രഷർ വളരെ കുറവാണ് അല്ലേ? അപ്പം അതിൻ്റെ വേപ്പർ പ്രഷർ വളരെ കുറവായതുകൊണ്ട് തന്നെ നമ്മൾ ആ ഒരു സാനിറ്റൈസർ, അതായത് മെജോറിറ്റി ഓഫ് ആൽക്കഹോൾ ബേസ്ഡ് ആയിട്ടുള്ള സാനിറ്റൈസർ നമ്മൾ കയ്യിലേക്ക് ഒഴിക്കുമ്പോൾ തന്നെ എന്ത് സംഭവിക്കും? അതിൻ്റെ വേപ്പർ പ്രഷർ, അതായത് ആൽക്കഹോളിൻ്റെ വേപ്പർ പ്രഷർ കുറവായതുകൊണ്ട് തന്നെ അത് പെട്ടെന്ന് തന്നെ ഇവാപ്പറേറ്റ് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്യും. ഓക്കെ, അപ്പോൾ പെട്ടെന്ന് ഇവാപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ സംഭവിക്കും? ആ ഒരു ഇവാപ്പറേഷൻ കാരണം നമുക്കൊരു കൂളിംഗ് എഫക്റ്റ് കിട്ടും. സോ അങ്ങനെയാണ് നമുക്ക് ഈ ഒരു
സാനിറ്റൈസർ ഒഴിക്കുന്നത് കൊണ്ട് നമുക്ക് കൂളിംഗ് എഫക്റ്റ് കിട്ടുന്നത്. സോ ആ ഒരു ബേസിക് ഫണ്ടമെൻ്റൽ തിയറി യൂസ് ചെയ്തിട്ടാണ്, എന്താണ് ബേസിക് ഫണ്ടമെൻ്റൽ തിയറി? ഇവാപ്പറേഷൻ കോസസ് കൂളിംഗ് എന്നുള്ള ഫണ്ടമെൻ്റൽ തിയറി യൂസ് ചെയ്തിട്ടാണ് നമ്മളുടെ മിക്കവാറും കാണുന്ന എല്ലാവിധ റെഫ്രിജറേറ്റേഴ്സും അതുപോലെ എയർ കണ്ടീഷൻസും വർക്ക് ചെയ്യുന്നത്. ഓക്കെ, അവിടെ ഒരു വർക്കിംഗ് ഫ്ലൂയിഡ് ഉണ്ടാവും. ആ വർക്കിംഗ് ഫ്ലൂയിഡ് കണ്ടിന്യൂസ്ലി ഫേസ് ചേഞ്ച് നടന്നുകൊണ്ടേയിരിക്കും. സോ അതിൽ നിന്നും കിട്ടുന്ന ഹീറ്റ് അബ്സോർബ് ചെയ്തിട്ടാണ് നമുക്ക് കൂളിംഗ് എഫക്റ്റ് കിട്ടുന്നത്. അപ്പോൾ ഇതൊക്കെ നമുക്ക് മുന്നിലേക്ക് പോകുമ്പോൾ ഡീറ്റെയിൽ ആയിട്ട് തന്നെ നോക്കാം. ഇപ്പം ഇത്രയും കാര്യങ്ങൾ അറിഞ്ഞിരിക്കുക. ഈ രണ്ട് മെക്കാനിസം ആണുള്ളത്. ഒന്ന് മെൽറ്റിംഗ് ഓഫ് സോളിഡ്, അല്ലെങ്കിൽ സബ്ലിമേഷൻ ഓഫ് സോളിഡ്, ദെൻ ഇവാപ്പറേഷൻ ഓഫ് ലിക്വിഡ് എന്ന് പറഞ്ഞ ഫിനോമിന കൊണ്ടും. നെക്സ്റ്റ് നമുക്ക് നോക്കേണ്ടത് ഇമ്പോർട്ടൻറ്റ് ആപ്ലിക്കേഷൻസ് ഓഫ് റെഫ്രിജറേഷൻസ് ആണ്. സോ നിങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങൾ തന്നെയാണ്. ഒന്ന് ഐസ് മേക്കിംഗ്, ദെൻ ട്രാൻസ്പോർട്ടേഷൻ ഓഫ് ഫുഡ്, ഇൻഡസ്ട്രിയൽ എയർ കണ്ടീഷനിങ്, കംഫർട്ട് എയർ കണ്ടീഷനിങ്, കെമിക്കൽ ആൻഡ് റിലേറ്റഡ് ഇൻഡസ്ട്രീസ്, മെഡിക്കൽ ആൻഡ് സർജിക്കൽ എയ്ഡ്സ്, പ്രോസസിംഗ് ഫുഡ്സ് ആൻഡ് ബിവറേജസ് തുടങ്ങിയ ഒരുപാട് അപ്ലിക്കേഷൻസ് ഉണ്ട്. ഇതിൽ ഉൾപ്പെടാത്തത് മുഖമായിട്ട് ഒരുപാട് അപ്ലിക്കേഷൻസ് ഉണ്ട്. അതൊക്കെ നിങ്ങൾ എഴുതിക്കൊള്ളുക. ഓൾറൈറ്റ്. നെക്സ്റ്റ് നമുക്ക് നോക്കാനുള്ളത് യൂണിറ്റ് ഓഫ് റെഫ്രിജറേഷൻ എന്നുള്ളൊരു ടോപ്പിക്കാണ്. കാരണം വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഒരു റെഫ്രിജറേഷൻ സിസ്റ്റത്തിനെ കുറിച്ച് സംബന്ധിച്ചിടത്തോളം അതിൻ്റെ യൂണിറ്റ് എന്നുള്ളത്. കാരണം നമുക്കൊരു റെഫ്രിജറേഷൻ സിസ്റ്റത്തിന് സ്പെസിഫൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ യൂണിറ്റ് എന്താണെന്ന് അറിയണം, അല്ലേ? എന്നാൽ മാത്രമേ നമുക്കതിനെ സ്പെസിഫൈ ചെയ്യാൻ പറ്റുള്ളൂ. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മൾ എന്തിൻ്റെ ബേസിലാണ് ഇപ്പം ഒരു റൂമിലേക്ക് വേണ്ട എ സി മേടിക്കാം, അല്ലെങ്കിൽ നമ്മൾ എന്തിൻ്റെ ബേസിലാണ് നമുക്ക് വേണ്ട റെഫ്രിജറേറ്റർ മേടിക്കാം. അപ്പോൾ അതിന് പർട്ടിക്കുലർ യൂണിറ്റ് വേണം സ്പെസിഫൈ ചെയ്യാൻ, അല്ലേ? സോ ആ ഒരു യൂണിറ്റാണ് നമ്മൾ ഇനി പഠിക്കാൻ പോകുന്നത്. അപ്പോൾ അതെന്താണെന്ന് നമുക്ക് നോക്കാം. The common unit used in the field of refrigeration is known as ton of refrigeration. Okay, simply ton ആണ് എന്ത് റെഫ്രിജറേഷൻ്റെ യൂണിറ്റ് എന്ന് മനസ്സിലാക്കുക. ടൺ. ഓക്കെ, T1 കൃത്യമായി തന്നെ മനസ്സിലാക്കുക. കാരണം നിങ്ങൾക്കറിയാം, നിങ്ങളുടെ വീട്ടിലുള്ള എ സി എത്ര ടൺ ആയിരിക്കും? മേ ബി 1 ടണ്ണോ 2 ടണ്ണോ അല്ലെങ്കിൽ 2.5 ടണ്ണോ ഒക്കെ ആയിരിക്കും, അല്ലേ? പലതരം ടൺസ് ഉണ്ടാകും. അപ്പോൾ അത് നമുക്ക് വേണ്ട കൂളിംഗ് ലോഡ് അനുസരിച്ചാണ് ആ ഒരു എത്രത്തോളം ടണ്ണ് വേണമെന്നുള്ളത് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യാം. ഓക്കെ, ടൺ, ദെൻ ടൺ TO NN എന്നാണ് ശരിക്കും പറയാം. സംബി നമ്മൾ എന്താ പറയുക, TO N എന്ന് പറയാറുണ്ട്. രണ്ടും സെയിം ആണെന്ന് മനസ്സിലാക്കുക. സോ ടൺ ഓഫ് റെഫ്രിജറന്റ് ഈസ് ഡിഫൈൻഡ് ആസ് ദി റെഫ്രിജറേറ്റിംഗ് എഫക്റ്റ് പ്രൊഡ്യൂസ്ഡ് ബൈ ദി മെൽറ്റിംഗ് ഓഫ് 1 ton ഓഫ് ഐസ് ഫ്രം ആൻഡ് അറ്റ് 0 degree Celsius ഇൻ 24 hours. അപ്പോൾ ഇവിടെ ഒരു ചെറിയൊരു കൺഫ്യൂഷൻ വരാൻ ചാൻസ് ഉണ്ട്. അത് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് തന്നെ എക്സ്പ്ലെയിൻ ചെയ്തുതരാം. എന്നിട്ട് ഒന്നുകൂടെ നമുക്ക് ഈ ഒരു എക്സ്പ്ലനേഷൻ വായിച്ചു നോക്കാം. അപ്പോൾ അതിനായിട്ട് ആദ്യം കൺസിഡർ ചെയ്യുക, ഒരു ഐസ് ക്യൂബ് ഉണ്ട്. ഓക്കെ, ഒരു ഐസ് ക്യൂബ് ഉണ്ട്. അപ്പം ഈ ഐസ് ക്യൂബിന് പ്രത്യേകത എന്താണ്? 1 ടൺ ആണ്. ഓക്കെ, 1 ടൺ ഐസ് അറ്റ് 0 degree Celsius. ഓക്കെ, 1 ടൺ ഐസ് അറ്റ് 0 degree Celsius ആണ് ഉണ്ടെന്ന് കരുതുക. ഓക്കെ, ആൻഡ് ഈ ഐസ് 24 മണിക്കൂർ കൊണ്ട്, ഓക്കെ, 24 മണിക്കൂർ കൊണ്ട് എന്താകുന്നു? 0 degree Celsius ഉള്ള വാട്ടർ ആകുന്നു. ഓക്കെ, 0 degree Celsius ഉള്ള വാട്ടർ ആകുന്നു. ഓക്കെ, 0 degree Celsius വാട്ടർ, 0 degree Celsius വാട്ടർ. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞു, ഒരു സോളിഡ് ബോഡി ഹീറ്റ് അബ്സോർബ് ചെയ്താലാണ് അതിൻ്റെ ഫേസ് ചേഞ്ച് ചെയ്തിട്ട് ലിക്വിഡ് സ്റ്റേറ്റിലേക്ക് മാറുക, അല്ലേ? അപ്പോൾ അതേ കേസ് നിങ്ങൾ ഇവിടെയും കൺസിഡർ ചെയ്യുക. അതായത് ഇനീഷ്യലി ഐസ് ഉണ്ട്. ഓക്കെ, 1 ടൺ നിങ്ങൾ മറന്നേക്കില്ല. ഐസെറ്റ് ഇനീഷ്യലി ഐസെറ്റ് 0 degree Celsius ഉണ്ടെന്ന് കരുതുക. ഓക്കെ, ഐസെറ്റ് 0 degree Celsius. അപ്പം ഈ 0 degree Celsius ഉള്ള ഐസിന് 0 degree Celsius ഉള്ള വേപ്പർ ആവണമെന്നുണ്ടെങ്കിൽ അവിടെ എന്താണ്? അതിന് ഹീറ്റ് അബ്സോർബ് ചെയ്യണം, അല്ലേ? ഹീറ്റ് അബ്സോർബ് ചെയ്താൽ മാത്രമേ അല്ലെങ്കിൽ ഹീറ്റ് സപ്ലൈ ചെയ്താൽ മാത്രമേ 0 degree Celsius ഉള്ള ഐസ് 0 degree Celsius ഉള്ള വാട്ടർ ആയിട്ട് മാറാം. അപ്പോൾ ഇവിടെ ഈ അബ്സോർബ് ചെയ്യുന്ന ഹീറ്റാണ് ലാറ്റന്റ് ഹീറ്റ് ഓഫ് ഫ്യൂഷൻ എന്നുള്ളത് മനസ്സിലാക്കുക. അപ്പോൾ 1 ടൺ എന്ന് പറഞ്ഞാൽ എന്താണ്? ഈ 1 ടൺ ഐസ് 0 degree Celsius ഉള്ള ഐസ് 24 മണിക്കൂർ കൊണ്ട് 0 degree Celsius ഉള്ള വാട്ടറായിട്ട് കൺവേർട്ട് ചെയ്യുമ്പോൾ അത് അബ്സോർബ് ചെയ്യുന്ന ഹീറ്റ്. അപ്പം ഹീറ്റിനെ അബ്സോർബ് ചെയ്ത് എന്ത് സംഭവിക്കും? തീർച്ചയായും അവിടെ ഒരു റെഫ്രിജറേഷൻ എഫക്റ്റ് സറൗണ്ടിങ്ങിൽ ഉണ്ടാകും, അല്ലേ? സോ ആ ഒരു റെഫ്രിജറേഷൻ എഫക്റ്റിനെയാണ് നമ്മൾ 1 ടൺ എന്ന് പറയാറ്. ഓക്കെ,
ഇനി നമുക്ക് നോക്കേണ്ടത് ഈ 110 SI യൂണിറ്റ് എന്താണെന്നുള്ളത്. മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ്, വെരി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു സെക്ഷനാണ്. 110 എന്ന് പറഞ്ഞാൽ 3.5 കിലോ ജൂൾ പെർ സെക്കൻഡ്, ഇല്ലെങ്കിൽ കിലോ വാട്ട് എന്നും പറയും. കാരണം എന്താ, ജൂൾ പെർ സെക്കൻഡ് ആണ്, വാട്ട് എന്നുള്ളത് മനസ്സിലായിക്കോളാം. അപ്പോൾ 110 റെഫ്രിജറൻറ്റ് ഈക്വൽ ടു 3.5 കിലോ വാട്ട് അല്ലെങ്കിൽ കിലോ ജൂൾ പെർ സെക്കൻഡ്, അഥവാ 210 കിലോ ജൂൾ പെർ മിനിറ്റ്. ജസ്റ്റ് 60 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. ഓക്കെ, മിനിറ്റിലേക്ക് സെക്കൻഡിനെ മിനിറ്റിലേക്ക് ആക്കിയിട്ട് നമുക്ക് കൺവേർട്ട് ചെയ്യാൻ സാധിക്കും. ഓൾറൈറ്റ്, ഇനി നമുക്ക് നോക്കാനുള്ളത് എന്താണ് കോഎഫിഷ്യന്റ് ഓഫ് പെർഫോമൻസ് എന്നുള്ളതാണ്. മുന്നേ പഠിച്ച കാര്യം തന്നെയാണ്, നമുക്ക് ഒന്നുകൂടി ഒന്ന് റീകോൾ ചെയ്യാം എന്താണെന്നുള്ളത്. സോ ഇറ്റ് ഈസ് ഡിഫൈൻഡ് ആസ് ദി റേഷ്യോ ഓഫ് ഹീറ്റ് അബ്സോർബ്ഡ് ബൈ ദി റെഫ്രിജറന്റ് വൈൽ പാസിംഗ് ത്രൂ ദി ഇവാപ്പറേറ്റർ ടു ദി വർക്ക് ഇൻപുട്ട് റിക്വയർഡ് ടു കംപ്രസ് ദി റെഫ്രിജറന്റ് ഇൻ ദി കംപ്രസർ. അതായത് നമ്മൾ മുന്നേ പഠിച്ച CFP എന്താണ്, റേഷ്യോ ഓഫ് റെഫ്രിജറേറ്റിംഗ് എഫക്ട് അല്ലെങ്കിൽ ഡിസൈഡ് എഫക്ട് ടു നെറ്റ് വർക്ക് ഇൻപുട്ട് ആണ് അല്ലേ. ഇനി നമുക്ക് ഈ ഒരു ഡെഫിനേഷനിലേക്ക് മടങ്ങി വരാം. ഇവിടെ റെഫ്രിജറേറ്റിംഗ് എഫക്ട് എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത് എന്താണ്, ഹീറ്റ് അബ്സോർബ്ഡ് ബൈ ദി റെഫ്രിജറന്റ് ആണ് അല്ലേ. ഇനി നമുക്ക് ഈ ഒരു ഡെഫിനിഷൻ വൺ സെക്കൻഡ് വായിച്ചു നോക്കാം. COP is the ratio of heat absorbed by the refrigerant while passing through the evaporator. അപ്പോൾ ഇവിടെ റെഫ്രിജറേറ്റിംഗ് എഫക്ട് എന്താണ്, ബേസിക്കലി കൂളിംഗ് എഫക്ട് ആണ് അല്ലേ റെഫ്രിജറേറ്ററിനെ സംബന്ധിച്ചിടത്തോളം. അപ്പോൾ ഈ ഒരു കൂളിംഗ് എഫക്ട് തന്നെയാണ് റെഫ്രിജറേറ്ററിൽ കിട്ടുന്നത്. ഈ ഒരു റെഫ്രിജറന്റ് ഇവാപ്പറേറ്ററിലൂടെ പാസ് ചെയ്യുമ്പോഴാണ് നമുക്ക് ആ ഒരു കൂളിംഗ് എഫക്ട് കിട്ടുന്നത്. ഓക്കെ, സോ ആ ഒരു ഹീറ്റ് അബ്സോർബ്ഡ് ഡിവൈഡ് ബൈ നെറ്റ് വർക്ക് ഇൻപുട്ട്. നെറ്റ് വർക്ക് ഇൻപുട്ട് എന്ന് പറഞ്ഞാൽ ഒരു റെഫ്രിജറേറ്ററിനെ സംബന്ധിച്ചിടത്തോളം വർക്ക് ഇൻപുട്ട് ആയിട്ട് നമ്മൾ കൊടുക്കുന്നത് കംപ്രസർ വർക്ക് ആയിരിക്കും. ഓക്കെ, ആകെ കംപ്രസറിന് മാത്രം നമുക്ക് വർക്ക് അങ്ങോട്ട് കൊടുത്താൽ മതി, ബാക്കി എല്ലാ പ്രോസസ്സിലും സ്പോണ്ടേനിയസ് ആയിട്ട് നടന്നോളൂ. അതായത് അതിന് നമ്മൾ എക്സ്റ്റേണൽ വർക്കിൻ്റെ ആവശ്യമൊന്നും വരുന്നില്ല. സോ അതായിരിക്കും കംപ്രസറിൽ കൊടുക്കുന്ന വർക്കായിരിക്കും നെറ്റ് വർക്ക് ഇൻപുട്ടായിട്ട് വരിക എന്നുള്ളത് കൂടി മനസ്സിലായിക്കോളാം. ഇനി നമുക്ക് നോക്കേണ്ടത് എന്താണ് റിവേഴ്സ് കാർനോട്ട് സൈക്കിൾ എന്നുള്ളതാണ്. അപ്പോൾ കാർനോട്ട് സൈക്കിൾ എന്താണെന്ന് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് തന്നെ പഠിച്ചിട്ടുണ്ട് അല്ലേ. അപ്പോൾ റിവേഴ്സ് കാർനോട്ട് സൈക്കിൾ എങ്ങനെയാണ് വരിക എന്നുള്ളത് നമുക്ക് പരിശോധിക്കാം. അപ്പോൾ ആദ്യം അതിൻ്റെ PV ഡയഗ്രം, TS ഡയഗ്രം നമുക്ക് നോക്കാം. സോ മോസ്റ്റ് ഇമ്പോർട്ടൻ്റ്ലി നിങ്ങൾ നോട്ട് ചെയ്തോളാം, റിവേഴ്സ് കാർനോട്ട് സൈക്കിളും തമ്മിലുള്ള ഫസ്റ്റ് ഡിഫറൻസ് എന്താണെന്ന് വെച്ചാൽ ഈ ഒരു സൈക്കിളിൻ്റെ ഡയറക്ഷൻ ചേഞ്ച് ചെയ്യും. ഓക്കെ, എങ്ങനെയാണ് സൈക്കിളിൻ്റെ ഡയറക്ഷൻ ചേഞ്ച് ചെയ്യുക? ഈ ഒരു സൈക്കിളിൻ്റെ ഡയറക്ഷൻ എങ്ങനെയാണ്, ആൻറ്റി ക്ലോക്ക് വൈസ് ആണ് വരുന്നത് അല്ലേ. നിങ്ങൾക്ക് കാണാൻ സാധിക്കും LMNP എന്നുള്ള 4 സ്റ്റേറ്റുകളിലൂടെയാണ് ഈ ഒരു സൈക്കിൾ പാസ് ചെയ്യുന്നത്. എന്നാൽ ഈ ഒരു സൈക്കിളിൻ്റെ ഡയറക്ഷൻ നോക്കിക്കേ, ആൻറ്റി ക്ലോക്ക് വൈസ് ആണ് അല്ലേ, ആൻറ്റി ക്ലോക്ക് വൈസ് ആണ്. അപ്പം റിവേഴ്സ് കാർനോട്ട് സൈക്കിൾ ആണെന്നുണ്ടെങ്കിൽ സൈക്കിളിൻ്റെ ഡയറക്ഷൻ എന്ത് സംഭവിക്കും, ആൻറ്റി ക്ലോക്ക് വൈസ് ആയിട്ട് മാറും. അതുപോലെ കാർനോട്ട് സൈക്കിൾ ആണെന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് കാർനോട്ട് സൈക്കിളിൻ്റെ നോട്ട്സും കൂടി ഒന്ന് റെഫർ ചെയ്യുക. അവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും സൈക്കിളിൻ്റെ ഡയറക്ഷൻ എന്തായിരുന്നു, ക്ലോക്ക് വൈസ് ആയിട്ട് കിട്ടും. ഓക്കെ, ഇത് TS ഡയറക്ടർ മാത്രമല്ല PV ഡയറക്ടറിലും ഈ ഒരു ചേഞ്ച് നിങ്ങൾക്ക് വിസിബിൾ ആയിരിക്കും. ഓക്കെ, ഇവിടെയും നിങ്ങൾ നോക്കുക, ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നുണ്ട് എന്താണ്, ഈ ഒരു സൈക്കിളിൻ്റെ ഡയറക്ഷൻ ആൻറ്റി ക്ലോക്ക് വൈസ് ആയിട്ടാണ് കിട്ടുന്നത് അല്ലേ. ഈ ഒരു ആൻറ്റി ക്ലോക്ക് വൈസ് ആയിട്ടാണ് സൈക്കിളിൻ്റെ ഡയറക്ഷൻ വരുന്നത്. അതാണ് ഫസ്റ്റ് ഡിഫറൻസ് കാർനോട്ട് സൈക്കിളും അതുപോലെ റിവേഴ്സ് കാർനോട്ട് സൈക്കിളും തമ്മിലുള്ളത്. പിന്നെ അതുപോലെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ സൂക്ഷിച്ച് നോക്കിയാൽ നിങ്ങൾക്ക് ഒരു ഡിഫറൻസ് കൂടെ കാണാൻ സാധിക്കും. എന്താണത്, ഈ ഷേപ്പ് വൈസ് അല്ലെങ്കിൽ പ്രൊഫൈൽ വൈസ് പറയുകയാണെന്നുണ്ടെങ്കിൽ TS ഡയഗ്രം PV ഡയഗ്രം എക്സാക്ട്ലി സെയിം ആണ് കാർനോട്ട് സൈക്കിളിൻ്റെയും റിവേഴ്സ് കാർനോട്ട് സൈക്കിളിൻ്റെയും. ആകെ ഡിഫറൻസ് വരുന്നത് ഒന്ന് ഞാൻ പറഞ്ഞ ഡയറക്ഷനും, മറ്റൊന്ന് എന്താണ് ഇമ്പോർട്ടൻ്റ്ലി ശ്രദ്ധിച്ചോളാം, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ശ്രദ്ധിച്ചോളാം. ഇവിടെ നമ്മൾ കംപ്രഷൻ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ, അതായത് ഈ NP എന്നുള്ള പ്രോസസ്സ് അല്ലെങ്കിൽ LPN എന്നുള്ളത് കാർനോട്ട് സൈക്കിളിൻ്റെ കേസ് ആണെന്നുണ്ടെങ്കിൽ അതെന്തായിരുന്നു, കംപ്രഷൻ പ്രോസസ്സ് ആയിരുന്നു അല്ലേ. ഇവിടെ അതെന്തുമായിട്ട് മാറിയിട്ടുണ്ട്, എക്സ്പാൻഷൻ പ്രോസസ്സ് ആയിട്ട് മാറിയിട്ടുണ്ട്. ഓക്കെ, ഇത് റിവേഴ്സ് കാർനോട്ട് സൈക്കിൾ ആയതുകൊണ്ടാണ് ഈ LPN എന്നുള്ള പ്രോസസ്സ് എക്സ്പാൻഷൻ പ്രോസസ്സ് ആയത്. ഇതൊരു കാർനോട്ട് സൈക്കിൾ ആണെന്നുണ്ടെങ്കിൽ LPN എന്നുള്ള പ്രോസസ്സ് കംപ്രഷൻ പ്രോസസ്സ് ആയിരുന്നു. ഓക്കെ, അപ്പോൾ ആ കാര്യം കൂടെ ഒന്ന് ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്യുക. കംപ്രഷനുള്ളിടത്തിൽ എക്സ്പാൻഷനുള്ളിടത്തിൽ കംപ്രഷനുമായിട്ട് ഒരു ഇൻ്റർചേഞ്ച് സംഭവിക്കും ഈ കാർനോട്ട് സൈക്കിളും റിവേഴ്സ് കാർനോട്ട് സൈക്കിളും എന്നുള്ളതും കൂടി ഒന്ന് അറിഞ്ഞിരിക്കുക. ഓക്കെ, ബാക്കി ഞാൻ കുറച്ചുകൂടെ കാര്യങ്ങളുണ്ട്, അത് നിങ്ങൾക്ക് മുന്നിലേക്ക് പോകുമ്പോൾ ഞാൻ പറഞ്ഞുതരാം. സോ നെക്സ്റ്റ് നമുക്ക് പഠിക്കാനുള്ളതും എക്സാം പോയിന്റ് ഓഫ് വ്യൂ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് റിവേഴ്സ് ബ്രൈറ്റൺ സൈക്കിൾ ഓർ ബെൽ കോൾമാൻ സൈക്കിൾ എന്നുള്ളത്. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മൾ പഠിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഈ ബെൽ കോൾമാൻ സൈക്കിൾ യൂസ് ചെയ്തിട്ട് എങ്ങനെയാണ് റെഫ്രിജറേറ്റിംഗ് എഫക്റ്റ് പോസിബിൾ ആകുക എന്നുള്ളതാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഓൾറൈറ്റ്, പിന്നെ നിങ്ങൾ ഓൾറെഡി ബ്രൈറ്റൺ സൈക്കിൾ പഠിച്ചിട്ടുണ്ടായിരുന്നു അല്ലേ. എന്തായിരുന്നു ബ്രൈറ്റൺ സൈക്കിൾ എന്ന് പറഞ്ഞാൽ ഗ്യാസ് ടർബൈൻ ഓപ്പറേറ്റ് ചെയ്യുന്ന സൈക്കിളാണ് ബ്രൈറ്റൺ സൈക്കിൾ എന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ സോ ഒരു ബ്രൈറ്റൺ സൈക്കിൾ നമുക്ക് റിവേഴ്സ് ചെയ്താൽ എന്ത് കിട്ടും, ബെൽ കോൾമാൻ സൈക്കിൾ കിട്ടും. അത് വെച്ചിട്ട് എങ്ങനെയാണ് റെഫ്രിജറേറ്റിംഗ് എഫക്റ്റ് പോസിബിൾ ആവുക എന്നാണ് നമ്മൾ പഠിക്കുന്നത്. ഓക്കെ, അപ്പം ബ്രൈറ്റൺ സൈക്കിൾ പഠിച്ചൊരു കുട്ടിക്ക് ജസ്റ്റ് ആ സൈക്കിൾ റിവേഴ്സ് ചെയ്താൽ ഈ ഒരു ബെൽ കോൾമാൻ സൈക്കിൾ കിട്ടും. ഓക്കെ, അതാണ് ഞാൻ പറഞ്ഞത്, കണക്ട് ചെയ്ത് തന്നെ പഠിച്ചോളാം എന്നുള്ളത്. ഇനിവേ നിങ്ങൾ മറ്റൊരു കാര്യം കൂടെ അറിഞ്ഞിരിക്കണം, ഈ ഒരു ബെൽ കോൾമാൻ സൈക്കിൾ നമ്മൾ യൂസ് ചെയ്യുന്ന വർക്കിംഗ് ഫ്ലൂയിഡ് ആയിട്ടുള്ളത് എയർ ആണെന്നും കൂടി അറിഞ്ഞിരിക്കുക. ഓക്കെ, ബെൽ കോൾമാൻ സൈക്കിൾ നമ്മൾ
വർക്കിംഗ് ഫ്ലൂയിഡ് ആയിട്ട് ഇല്ലെങ്കിൽ റെഫ്രിജറേറ്റിംഗ് സിസ്റ്റത്തിൽ നമ്മൾ വർക്കിംഗ് ഫ്ലൂയിഡിനെ റെഫ്രിജറന്റ് എന്നാണ് പറയാറ്. സോ ആ ഒരു റെഫ്രിജറന്റ് എയർ ആണെന്നും കൂടി മനസ്സിലാക്കിക്കൊള്ളുക ഈ ഒരു ബെൽകോൾമൻ സൈക്കിളിൽ. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഈ ഒരു ബെൽകോൾമൻ സൈക്കിൾ എന്ത് പറയും, എയർ റെഫ്രിജറേഷൻ സിസ്റ്റം എന്നും കൂടി പറയും. കാരണം വർക്കിംഗ് ഫ്ലൂയിഡ് എയർ ആണ് അല്ലെങ്കിൽ റെഫ്രിജറന്റ് എയർ ആണ്, അതുകൊണ്ട് നമ്മൾ ഇതിനെ എയർ റെഫ്രിജറേറ്റിംഗ് സിസ്റ്റം എന്ന് പറയും. സോ അതിൽ എന്താണ്, എയർ ഈസ് യൂസ്ഡ് ആസ് റെഫ്രിജറന്റ് വിച്ച് ഓൾവേസ് റിമെയിൻസ് ഇൻ ഗ്യാഷ്യസ് ഫേസ്. അപ്പം ഇവിടെ ഫേസ് ചേഞ്ച് നടക്കുന്നില്ല, ത്രൂ ഔട്ട് എയറിൻ്റെ സ്റ്റേറ്റ് ഗ്യാഷ്യസ് സ്റ്റേറ്റിൽ ഇരിക്കുന്നത് നിങ്ങൾ മനസ്സിലാക്കിക്കൊള്ളുക. ഓൾറൈറ്റ്, ഇനി ഈ ഒരു ബെൽകോൾമൻ സൈക്കിളിൽ ഉള്ള പ്രധാനമായിട്ടുള്ള 4 കോമ്പോണൻസ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഫസ്റ്റ് ഒന്നാണ് കംപ്രസർ, ദെൻ കൂളർ, തേർഡ് എക്സ്പാൻഡർ ആൻഡ് ഫോർത്ത് റെഫ്രിജറേറ്റർ. സോ ഈ ഒരു 4 കോമ്പോണൻസ് നിങ്ങൾ ഒന്നും കൂടി ഒന്ന് ശ്രദ്ധിച്ച് നോക്കിയാൽ നിങ്ങൾക്ക് ബ്രൈറ്റൺ സൈക്കിളിൽ പഠിച്ച കോമ്പോണൻസുമായിട്ട് ഒരു സിമിലാരിറ്റി തോന്നാൻ ചാൻസ് ഉണ്ട്. എന്താണ് സിമിലാരിറ്റി നമുക്ക് പരിശോധിക്കാം. കംപ്രസർ ബ്രൈറ്റൺ സൈക്കിളിലും ഉണ്ടായിരുന്നു, അതുപോലെ റിവേഴ്സ് ബ്രൈറ്റൺ സൈക്കിളും കോമൺ ആണ് അല്ലേ. ഈ കൂളർ എന്ന് പറഞ്ഞാൽ എന്താണ്, ശരിക്കും നമ്മളിവിടെ എന്താ ചെയ്യുന്നത്, കോൺസ്റ്റന്റ് പ്രഷർ ഹീറ്റ് റിജക്ഷൻ ആയിരുന്നു ചെയ്യുന്നത്. ഓക്കെ, കൂളറിന് കോൺസ്റ്റന്റ് പ്രഷർ ഹീറ്റ് റിജക്ഷൻ ആണ് സംഭവിക്കുന്നത് മനസ്സിലാക്കുക. ദെൻ എക്സ്പാൻഡർ, ഓക്കെ, ഈ ഒരു എക്സ്പാൻഡർ ഗ്യാസ് ടർബൈൻ അല്ലെങ്കിൽ ബ്രൈറ്റൺ സൈക്കിളിൽ ടർബൈൻ ആയിട്ടായിരിക്കും ഉണ്ടാകുക. ഇതിന് രണ്ടിൻ്റെയും ഫംഗ്ഷൻ ഗ്യാസിനെ എക്സ്പാൻഡ് ചെയ്യുക എന്നുള്ളതാണ്. ടർബൈൻ ആകുമ്പോൾ വർക്ക് ഔട്ട്പുട്ട് കിട്ടും, എക്സ്പാൻഡർ ആകുമ്പോൾ നമുക്ക് വർക്ക് ഔട്ട്പുട്ടിന് വേണ്ടിയിട്ടല്ല, ചെറിയ ടെമ്പറേച്ചർ ലോവർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു എക്സ്പാൻഡർ യൂസ് ചെയ്യുന്നത് മനസ്സിലാക്കുക. ദെൻ റെഫ്രിജറേറ്റർ എന്ന് പറഞ്ഞൊരു കോമ്പണന്റ് കൊണ്ട്, ബേസിക്കലി റെഫ്രിജറേറ്റർ എന്ന് പറഞ്ഞാലും എന്താണ്, അവിടെ ഒരു ഹീറ്റ് അഡീഷൻ ആണ് നടക്കുന്നതെന്ന് മനസ്സിലാക്കുക. ഓൾറൈറ്റ്, ഇനി നമുക്ക് ഈ ഒരു ബെൽകോൾമനിലെ സ്കീമാറ്റിക് ഡയഗ്രം ഒന്ന് പരിശോധിക്കാം. എന്തൊക്കെയാണ്, എങ്ങനെയാണ് ഈ സ്കീമാറ്റിക് ഡയഗ്രത്തിലൂടെ ഇല്ലെങ്കിൽ ബെൽകോൾമൻ സൈക്കിളിലൂടെ എങ്ങനെയാണ് നമുക്ക് റെഫ്രിജറേറ്റിംഗ് എഫക്റ്റ് പോസിബിൾ ആവുന്നതെന്ന് പരിശോധിക്കാം. ഇനിഷ്യലി ഞാനിവിടെ ഈ ഒരു റെഫ്രിജറേറ്റർ എന്ന് പറഞ്ഞ സ്പേസ് ഒരു സെക്ഷൻ കണ്ടോ, കോമ്പണന്റ് കണ്ടോ, ഇതാണ് നമ്മളുടെ എന്താണ്, ഏത് സ്പേസ് ആണ് കൂൾ ചെയ്യേണ്ടത് ആ ഒരു സ്പേസിലാണ് നമ്മൾ റെഫ്രിജറേറ്റർ ആയിട്ട് കൺസിഡർ ചെയ്യുക. ചിലപ്പം ഇവാപ്പറേറ്റർ എന്ന് പറയാറുണ്ട്, രണ്ടും സെയിം ഫംഗ്ഷൻ തന്നെയാണ്. ഓക്കെ, ഇവാപ്പറേറ്റർ ഫേസ് ചേഞ്ച് നടക്കുന്ന സബ്സ്റ്റൻസിലിരിക്കും ഉണ്ടാകുക. ഇവിടെ നിങ്ങൾ മനസ്സിലാക്കുക റെഫ്രിജറേറ്റർ എന്ന് പറഞ്ഞാൽ നമുക്ക് ഏത് സ്പേസിനാണ് കൂൾ ചെയ്തതെന്ന് നിർത്തേണ്ടത്, ആ സ്പേസാണ് റെഫ്രിജറേറ്റഡ് സ്പേസ് എന്ന് മനസ്സിലാക്കുക. ഓക്കെ, നമുക്ക് ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്യും ഈ ഒരു സൈക്കിൾ. അപ്പം ഈ ഒരു റെഫ്രിജറേറ്റർ സ്പേസിൽ നിന്ന് സംഭവിക്കും, ഇവിടേക്ക് കോൾഡ് ആയിരിക്കും, വെരി കോൾഡ് എയർ ആയിരിക്കും വരിക. ഈ ഒരു റെഫ്രിജറേറ്റർ സ്പേസിലേക്ക് വെരി കോൾഡ് എയർ ആയിരിക്കും വരാം. ആൻഡ് ഈ ഒരു സ്പേസിൽ നിന്ന് ഹീറ്റ് അബ്സോർബ് ചെയ്തിട്ട് എന്ത് ചെയ്യും, അതൊരു വാം എയർ ആയിട്ട് നേരെ കംപ്രസറിലേക്ക് പോകും. ഓക്കെ, ഓൾറൈറ്റ്, കംപ്രസറിലേക്ക് പോകും. ദെൻ നമ്മൾ എന്ത് ചെയ്യും, ഈ കംപ്രസറിൻ്റെ എക്സിറ്റിൽ എന്തിരിക്കും, ഹൈ പ്രഷർ ഹൈ ടെമ്പറേച്ചർ എയർ ആയിരിക്കും ഉണ്ടാകുക. ഓക്കെ, ദെൻ നമ്മൾ നെക്സ്റ്റ് എന്ത് ചെയ്യും, ഒരു എയർ കൂളറിലേക്ക് കൊടുക്കും. എയർ കൂളറിലേക്ക് കൊടുക്കുമ്പോൾ സംഭവിക്കും, അവിടെയുള്ള പ്രഷർ റിമെയിൻസ് കോൺസ്റ്റന്റ് ഇരിക്കും, ഹീറ്റ് എയർ കൂളറിന് കൂൾ ചെയ്യും. ഓക്കെ, അപ്പം കോൺസ്റ്റന്റ് പ്രഷർ ഹീറ്റ് റിജക്ഷൻ ആണ്. ഓക്കെ, ഇവിടുന്ന് ഹീറ്റ് റിജക്റ്റ് ചെയ്യാണ് ചെയ്യുന്നത്. ദെൻ നമ്മൾ നേരെ എന്ത് ചെയ്യും, ഹീറ്റ് റിജക്ട് ചെയ്ത് കഴിഞ്ഞാൽ ബാക്കി എന്താണ് ഉണ്ടാവുക, കോൾഡ് എയർ ആണ് ഉണ്ടാകുക അല്ലേ. ആ ഒരു കോൾഡ് എയർ നമ്മൾ എക്സ്പാൻഡറിലേക്ക് കൊടുക്കും. ഓക്കെ, എക്സ്പാൻഡറിലേക്ക് കൊടുക്കുമ്പോൾ സംഭവിക്കും, അതിൻ്റെ പ്രഷർ കുറഞ്ഞ് വോളിയം കൂടും. ഓക്കെ, അപ്പോൾ ഇനിഷ്യലി ഇത് കോൾഡ് എയർ ആയിരുന്നു, അപ്പോൾ ഇവിടുന്ന് എക്സ്പാൻഡ് ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കും, അത് വീണ്ടും അതിൻ്റെ ടെമ്പറേച്ചർ കുറഞ്ഞ് അത് വെരി കോൾഡ് എയർ ആയിട്ട് നേരെ ഈ ഒരു റെഫ്രിജറേറ്റർ സ്പേസിലേക്ക് പോകും. ആൻഡ് ഈ ഒരു സൈക്കിൾ ഇങ്ങനെ റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കും. അങ്ങനെയാണ് എന്ത്, ഈ ഒരു ബെൽകോൾമൻ സൈക്കിളിൽ നമുക്ക് റെഫ്രിജറേറ്റിംഗ് എഫക്റ്റ് ഈ ഒരു റെഫ്രിജറേറ്റർ സ്പേസിൽ കിട്ടുന്നതെന്ന് മനസ്സിലാക്കുക. ഓൾറൈറ്റ്, സോ ഒരു ഹീറ്റ് അബ്സോർബ് ചെയ്യുന്നതും അതുപോലെ ഹീറ്റ് റിജക്ട് ചെയ്യുന്നതും ഇതും ഞാൻ ഈ ഒരു ഫിഗറിൽ കാണിച്ചിട്ട് ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്തോളാം. അപ്പോൾ എക്സാമിന് നിങ്ങൾ ബെൽകോൾമൻ സൈക്കിൾ ചോദിച്ചാൽ ഈ ഒരു ലൈവ് ഡയഗ്രാം വരച്ച് വെച്ചാൽ മതി. ഓക്കെ, മറ്റേത് കുറച്ച് ഡിഫിക്കൽട്ട് ആണെന്നുണ്ടെങ്കിൽ ഈ സിമ്പിൾ ആയിട്ടുള്ള ഈ ഒരു ലൈവ് ഡയഗ്രാം വരച്ചാൽ മതി. ഇതിലുള്ള കോമ്പണൻസ് ഒക്കെ തന്നെ നോട്ട് ചെയ്ത് വെച്ചോളാം. എന്തൊക്കെയാണ്, ഫസ്റ്റ് എക്സ്പാൻഡർ, ദെൻ റെഫ്രിജറേറ്റർ, ദെൻ കംപ്രസർ, കൂളർ. ഓക്കെ, ഇനി നമുക്ക് നോക്കേണ്ടത് ഈ ഓരോ സ്റ്റേജ് അല്ലെങ്കിൽ ഓരോ കോമ്പണൻസിലും എന്തൊക്കെ പ്രോസസ്സാണ് നടക്കുന്നത് എന്നുള്ളത് നമുക്ക് വളരെ നല്ല രീതിയിൽ തന്നെ അറിയണം. എക്സാമിന് ഇതൊക്കെയാണ് മാർക്ക് ചെയ്യുന്ന കാര്യങ്ങൾ. സോ എന്തൊക്കെയാണ് നമുക്ക് നോക്കാം. ഈ ഒരു 1 to 2 എന്നുള്ള സെക്ഷനിൽ എന്ത് പ്രോസസ്സാണ് നടക്കുന്നത്, ഇത് എന്താണ്, എക്സ്പാൻഡർ ആണ്. ഓക്കെ, അപ്പോൾ എക്സ്പാൻഡറിൽ എന്താ സംഭവിക്കുക, എക്സ്പാൻഷൻ സംഭവിക്കുകയാണ് ചെയ്യുന്നത് അല്ലേ. എന്ത് എക്സ്പാൻഷനാണ് ഇവിടെ നടക്കുന്നത്, ഐസെൻട്രോപിക് എക്സ്പാൻഷൻ ആണെന്നുള്ളത് കൂടി മനസ്സിലായിക്കോളാം. ഓൾറൈറ്റ്, ദെൻ നമ്മൾ എന്ത് ചെയ്യുന്നു, ഈ ഒരു റെഫ്രിജറേറ്ററിലേക്ക് കൊടുക്കുന്നത്. ഓക്കെ, ഈ ഒരു റെഫ്രിജറേറ്റർ ആണ് നമുക്ക് എന്ത് വേണ്ടത്, നമ്മുടെ കൂളിംഗ് സ്പേസ് ആയിട്ട് കൺസിഡർ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഒരു റെഫ്രിജറേറ്ററിൽ എന്താ സംഭവിക്കുന്നത്, ഇവിടെ ഹീറ്റ് അഡീഷൻ ആണ് സംഭവിക്കുന്നത്. ഓക്കെ, ക്യൂ ഇൻ ആണ് സംഭവിക്കുന്നത്. ഓൾറൈറ്റ്, ഇവിടുന്ന് ഹീറ്റ് അബ്സോർബ് ചെയ്തിട്ടാണ് നമുക്ക് വേണ്ട സ്പേസ് കൂളായിട്ട് നിലനിർത്തുന്നത് മനസ്സിലാക്കുക. അപ്പോൾ ഇവിടെ എന്ത് ഹീറ്റ് അഡീഷൻ ആണ് നടക്കുന്നത്, കോൺസ്റ്റന്റ് പ്രഷർ ഹീറ്റ് അഡീഷൻ ആണ് റെഫ്രിജറേറ്ററിൽ നടക്കുന്നതെന്ന് മനസ്സിലാക്കുക. ദെൻ എന്താ സംഭവിക്കുന്നത്, നേരെ അത് നമ്മൾ റെഫ്രിജറേറ്ററിൽ നിന്ന് കംപ്രസറിലേക്ക് കൊടുക്കുന്നത്. ഓക്കെ, സോ ഒരു 3-4 എന്നുള്ളതാണ് ആ ഒരു പ്രോസസ്സ്. എന്ത് പ്രോസസ്സാണ്, ഐസെൻട്രോപിക് കംപ്രഷൻ ആണ് ഇവിടെ പോസിബിൾ ആകുന്നത്. ഓക്കെ, ദെൻ എന്ത് ചെയ്യുന്നു, 4ന്ന്
ഫോർ വൺ എന്നുള്ളത് എന്ത് പ്രോസസ്സാണ്? ഇവിടെ കൂളറാണ്. ഓക്കെ, ഇവിടെ കംപ്രസറിൻ്റെ എക്സിറ്റിൽ എന്തിരിക്കും? ഹൈ പ്രഷർ ഹൈ ടെമ്പറേച്ചർ വയ്ക്കും. ഓക്കെ, നമുക്ക് ആ ഒരു ഗ്യാസ് അല്ലെങ്കിൽ എയറിൻ്റെ ടെമ്പറേച്ചർ എന്താണ് കുറയ്ക്കണം. ഓക്കെ, അപ്പോൾ അത് നമ്മൾ എന്ത് ചെയ്യും? കൂളറിലേക്ക് കൊടുക്കുന്നത്. കൂളറിലേക്ക് കൊടുക്കുന്നത് കൊണ്ട് അവിടെ ടെമ്പറേച്ചർ മാത്രമാണ് കുറയുന്നത്, അല്ലെങ്കിൽ ഹീറ്റ് മാത്രമാണ് റിജക്ട് ചെയ്യുന്നത്. പ്രഷറിന് യാതൊരു ചേഞ്ചും സംഭവിക്കുന്നില്ല. അപ്പോൾ അതാണ് ഇവിടെ പറയുന്നത് കോൺസ്റ്റന്റ് പ്രഷർ ഹീറ്റ് റിജക്ഷൻ ആണ് ഈ 4-1 എന്നുള്ള കൂളറിൽ നടക്കുന്ന പ്രോസസ്സ്. ഇനി നമുക്ക് ഇതിൻ്റെ PV ഡയഗ്രാം അതുപോലെ TS ഡയഗ്രാം വർക്ക് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഈ പ്രോസസ്സ് അറിയുന്ന നിങ്ങൾ സ്വന്തമായിട്ടൊന്ന് വീഡിയോ പോസ് ചെയ്തിട്ട് വരയ്ക്കാൻ പറ്റുമോ ശ്രമിച്ച് നോക്കുക. ഇല്ലെന്നുണ്ടെങ്കിൽ ഞാൻ ചെയ്യുന്നത് റെഫർ ചെയ്യാം. ഓക്കെ, സോ ഇതാണ് ഈ ഒരു ബെൽ കോൾമൻ സൈക്കിളിൻ്റെ PV ഡയഗ്രാമും അതുപോലെ TS ഡയഗ്രാമും. ഓക്കെ, അപ്പോൾ ഈ ഒരു ബെൽ കോൾമൻ സൈക്കിളിൻ്റെ PV ഡയഗ്രാം അതുപോലെ ബ്രൈറ്റൺ സൈക്കിളിൻ്റെ PV ഡയഗ്രാം നിങ്ങൾക്ക് ശ്രദ്ധിച്ചാൽ ഒരു കാര്യം മനസ്സിലാക്കും, രണ്ടിൻ്റെയും പ്രൊഫൈൽ അല്ലെങ്കിൽ ഷേപ്പ് സെയിം ആയിരിക്കും അല്ലേ? നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കുക, രണ്ടും സൈഡ് ബൈ സൈഡ് തന്നെ കമ്പയർ ചെയ്തിട്ടുണ്ട് പഠിച്ചോളാം. രണ്ടിൻ്റെയും ഷേപ്പ് സെയിം ആയിരിക്കും. എന്തായിരിക്കും ഡിഫറൻസ് ഉണ്ടാകുക? പ്രധാനമായും രണ്ട് ഡിഫറൻസ് ആണ് ഉണ്ടാകുക. ഒന്നെന്തായിരുന്നു? ബ്രൈറ്റൺ സൈക്കിളിലാണെങ്കിൽ ക്ലോക്ക് വൈസ് ഇട്ടിരുന്ന ആ സൈക്കിൾ പ്രൊസീഡ് ചെയ്യുമെങ്കിൽ റിവേഴ്സ് ബ്രൈറ്റൺ അല്ലെങ്കിൽ ബെൽ കോൾമൻ സൈക്കിളിൽ ആൻറ്റി ക്ലോക്ക് വൈസ് ഇട്ടിരിക്കും ആ ഒരു പ്രോസസ്സ് പ്രൊസീഡ് ചെയ്യുക. ഓക്കെ, അത് നിങ്ങൾ ഈ ഒരു പ്രോസസ്സായിട്ട് കമ്പയർ ചെയ്തിട്ട് തന്നെ ഈ ഗ്രാഫ് സ്റ്റഡി ചെയ്യുക. ഓക്കെ, സോ ഈ ഗ്രാഫ് എങ്ങനെ വരയ്ക്കുക എന്നുള്ളത് ഞാൻ ഒരിക്കൽ കൂടെ പറയുന്നു. 1 to 2 എന്ന് പറഞ്ഞാൽ എന്താണ്? ഐസെൻട്രോപിക് എക്സ്പാൻഷൻ. ഓക്കെ, എക്സ്പാൻഷൻ സംഭവിക്കുമ്പോൾ എന്ത് സംഭവിക്കും? അവിടെ പ്രഷർ കുറഞ്ഞ് വോളിയം കൂടുകയാണ് ചെയ്യുന്നത് അല്ലേ? സോ ആ ഒരു പ്രോസസ്സാണ് നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നത് എക്സ്പാൻഷൻ എന്നുള്ളതുകൊണ്ട്. ദെൻ 2 to 3 എന്ന് പറഞ്ഞാൽ എന്താണ്? കോൺസ്റ്റന്റ് പ്രഷർ ഹീറ്റ് അഡീഷൻ ആണ് അല്ലേ? കോൺസ്റ്റന്റ് പ്രഷർ ഹീറ്റ് അഡീഷൻ ആണ്. സോ ആ ഒരു പ്രോസസ്സാണ് 2 to 3. ഇവിടെ ഞാൻ കോൺസ്റ്റന്റ് പ്രഷർ ആയതുകൊണ്ട് തന്നെ സ്ട്രൈറ്റ് ലൈൻ ആയിട്ട് വരച്ചു. ദെൻ എന്താണ്? 3 to 4 എന്ന് പറഞ്ഞാൽ എന്താണ്? ഐസെൻട്രോപിക് കംപ്രഷൻ. സോ ആ ഒരു പ്രോസസ്സാണ് ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നത്. ദെൻ എന്താണ്? 4 to 1 എന്ന് പറഞ്ഞാൽ കോൺസ്റ്റന്റ് പ്രഷർ ഹീറ്റ് റിജക്ഷൻ. ഓക്കെ, ഈ ഒരു പോയിന്റാണ് ഹീറ്റ് റിജക്ട് ചെയ്യുന്നത്. ഇനി മറ്റൊരു ഡിഫറൻസ് ബ്രൈറ്റൺ സൈക്കിളുമായിട്ട് എങ്ങനെ ഈ ഒരു ബെൽ കോൾമൻ സൈക്കിൾ ഡിഫർ ചെയ്യുന്നു. ഒന്ന് ഞാൻ നേരത്തെ പറഞ്ഞു ആൻറ്റി ക്ലോക്ക് വൈസിലാണുള്ളത്. ഇനി ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ബ്രൈറ്റൺ സൈക്കിളിൽ ഈ ഒരു പ്രോസസ്സ് കംപ്രഷൻ ആയിരുന്നു അല്ലേ? കംപ്രഷനിലോടത്തിൽ എക്സ്പാൻഷൻ ആകും, എക്സ്പാൻഷനിലോടത്തിൽ കംപ്രഷൻ ആകും. അപ്പോൾ ഇവിടെ എന്താണ്? ബെൽ കോൾമൻ അല്ലെങ്കിൽ റിവേഴ്സ് ബ്രൈറ്റൺ സൈക്കിൾ ഇവിടെ എക്സ്പാൻഷൻ ആയിരുന്നു, ബ്രൈറ്റൺ സൈക്കിൾ ഇത് കംപ്രഷൻ ആയിരുന്നു അല്ലേ? ഇവിടെ അത് എക്സ്പാൻഷനായിരുന്നു. സോ ആ ഒരു കാര്യം നിങ്ങൾ കമ്പയർ ചെയ്തിട്ട് പഠിക്കുക. അതുപോലെ ബ്രൈറ്റൺ സൈക്കിളിൽ ഇവിടെ എന്തായിരുന്നു? ഹീറ്റ് റിജക്ഷൻ ആയിരുന്നു അല്ലേ താഴെ ഉണ്ടായിരുന്നത്. അപ്പോൾ അത് മാറി ഇവിടെ ഹീറ്റ് അഡീഷൻ ആയിട്ട് മാറി. ഓക്കെ, ഇവിടെ അതുപോലെ ഹീറ്റ് അഡീഷൻ ഉള്ളത് ഹീറ്റ് റിജക്ഷൻ ആയിട്ട് മാറി. സോ ആ സൈക്കിൾ ചേഞ്ച് ചെയ്യുന്നത് കൊണ്ട് റിവേഴ്സ് ആവുന്നത് കൊണ്ട് വരുന്ന മാറ്റങ്ങളാണ് കൂടി മനസ്സിലാക്കിയിട്ട് നിങ്ങൾ പഠിച്ചോളാം. ഓൾറൈറ്റ്, സോ അതേപോലെ നിങ്ങൾക്ക് TS ഡയഗ്രാം സിമിലർ മാനറിൽ നിങ്ങൾക്ക് ഡ്രോ ചെയ്യാൻ സാധിക്കും. ഓക്കെ, ഇനി നമുക്ക് ഈ ബെൽ കോൾമൻ റെഫ്രിജറേഷൻ സിസ്റ്റത്തിൻ്റെ COP എങ്ങനെ കണ്ടെത്താമെന്ന് നോക്കാം. അപ്പോൾ അതിന് മുന്നേ നമുക്ക് എന്തൊക്കെ വേണം? ഹീറ്റ് ആഡഡും അതുപോലെ ഹീറ്റ് ആഡഡ് ആണ് 2 to 3 എന്നുള്ള പ്രോസസ്സിൽ നടക്കുന്നത്. അതുപോലെ ഹീറ്റ് റിജക്റ്റഡ് ആണ് 4-1 പ്രോസസ്സിൽ നടക്കുന്നത്. അപ്പോൾ അതിൻ്റെ ക്വാണ്ടിറ്റീസ് കണ്ടെത്തിയാൽ ജസ്റ്റ് എന്താണ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? ഈ ഒരു ബെൽ കോൾമൻ സൈക്കിളിൻ്റെ COP കിട്ടും. അതെങ്ങനെയാണെന്നുള്ളത് നമുക്ക് നോക്കാം. അപ്പോൾ ഹീറ്റ് അബ്സോർബ്ഡ് ഇൻ ദി റെഫ്രിജറേറ്റർ. ഓക്കെ, ഹീറ്റ് അബ്സോർബ്ഡ് ഇൻ ദി റെഫ്രിജറേറ്റർ. ഹീറ്റ് അബ്സോർബ്ഡ് ഇൻ ദി റെഫ്രിജറേറ്റർ എവിടെ വരിക? 2 to 3 എന്നുള്ള സെക്ഷനിലാണ് വരുന്നത്. സോ ഇവിടെയാണ് ഹീറ്റ് അബ്സോർബ് ചെയ്യുന്നത്. ആൻഡ് ദാറ്റ് ഇസ് ഗിവൺ ബൈ ഹീറ്റ് അബ്സോർബ്ഡ് ഇൻ ദി റെഫ്രിജറേറ്റർ. ഞാൻ Q ആഡഡ് എന്നാണ് പറയുന്നത്. Q ആഡഡ് ഈക്വൽ ടു എന്താണ്? MCP ഇൻറ്റു, കാരണം കോൺസ്റ്റന്റ് പ്രഷർ ഹീറ്റ് അഡീഷൻ ആണ് അല്ലേ? MCP ഇൻറ്റു T3 മൈനസ് T2 എന്നാണ്. ഓൾറൈറ്റ്, ഇനി എന്താണ്? ഹീറ്റ് റിജക്റ്റഡ്. ഹീറ്റ് റിജക്റ്റഡ് എവിടെ സംഭവിക്കുന്നത്? 4-1 എന്നുള്ള പ്രോസസ്സിലാണ് ഹീറ്റ് റിജക്റ്റഡ് ഉള്ളത് അല്ലേ? അപ്പോൾ ഹീറ്റ് റിജക്റ്റഡ് ചെയ്യുന്നത് എവിടെ നിന്നാണ്? കൂളർ എന്നാണ് നമുക്കറിയാം. സോ അതിൻ്റെ മാഗ്നിറ്റ്യൂഡ് എത്രയാണ് വരിക? Q റിജക്റ്റഡ്. ഓക്കെ, Q റിജക്റ്റഡ്, ഹീറ്റ് റിജക്റ്റഡ് ഈക്വൽ ടു MCP ഇൻറ്റു T4 മൈനസ് T1 ആണ്. ഓക്കെ, T4 മൈനസ് 1 ആണ് ഹീറ്റ് റിജക്റ്റഡ്. ഇനി നമുക്കറിയാം ഇവിടെ ഈ ഒരു കംപ്രസറിൽ നമ്മൾ അങ്ങോട്ടേക്ക് വർക്ക് ഇൻപുട്ട് ആയിട്ട് കൊടുക്കണം. ഓക്കെ, കംപ്രസറിൽ നമ്മൾ എന്തെങ്കിലും വർക്കായിട്ട് അങ്ങോട്ട് കൊടുക്കണം. എന്നാൽ ഇവിടെ തീർച്ചയായും നിങ്ങൾക്ക് കാണാം 1 to 2 എന്നുള്ളത് ഒരു എക്സ്പാൻഷൻ പ്രോസസ്സാണ്. അപ്പോൾ നമുക്ക് അവിടുന്ന് വർക്ക് തിരിച്ച് കിട്ടും ചെയ്യും, ചെറിയൊരു ക്വാണ്ടിറ്റി വർക്ക് തിരിച്ച് കിട്ടും ചെയ്യും. അപ്പോൾ നെറ്റ് വർക്ക് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ഈ ഒരു കംപ്രഷൻ വർക്ക് മൈനസ് എക്സ്പാൻഷൻ വർക്ക് ആയിരിക്കും എന്നുള്ളത് മനസ്സിലായിക്കോളാം. ഓക്കെ, ഇവിടെ നമ്മൾ കൊടുക്കുന്നുണ്ട്, പക്ഷേ ചെറിയൊരു ക്വാണ്ടിറ്റി നമുക്ക് എക്സ്പാൻഷൻ വർക്കായി കിട്ടുന്നുണ്ട്. അപ്പോൾ നെറ്റ് വർക്ക് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? കംപ്രഷൻ വർക്ക് മൈനസ് എക്സ്പാൻഷൻ വർക്ക് ആയിരിക്കും. അപ്പോൾ നമുക്ക് നോക്കാം ഈ കംപ്രഷൻ വർക്കും എക്സ്പാൻഷൻ വർക്കും അതിൻ്റെ ക്വാണ്ടിറ്റി എത്ര വരുന്നുള്ളത്. സോ കംപ്രഷൻ വർക്ക് ഈസ് ഗിവൺ ബൈ W compression equal to n by n minus 1 into P4 minus P3 V3 ആണ്. ഓക്കെ, ഇതെങ്ങനെ വന്നാണ്? കംപ്രസർ വർക്ക് കാണാനുള്ള ഈ ഒരു എക്സ്പ്രഷൻ എങ്ങനെ കിട്ടി? ഈ ഒരു എക്സ്പ്രഷൻ എങ്ങനെ കിട്ടിയാണ്? ആർക്കെങ്കിലും പറയാം കേട്ടോ. മറ്റെവിടുന്നും അല്ല കിട്ടിയത്, ഞാൻ നിങ്ങളുടെ മുന്നേ പഠിക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു
ഐസെൻട്രോപിക് പ്രോസസ്സ് അല്ലെങ്കിൽ ഒരു അഡിയബാറ്റിക് പ്രോസസ്സിൽ വർക്ക് ഡൺ കാണാനുള്ള എക്സ്പ്രഷൻ അല്ലേ, എന്തായാലും 3 4 എന്നുള്ളതാണ് അഡിയബാറ്റിക് പ്രോസസ്സ് അല്ലേ. അപ്പോൾ അതിൽ നിന്നും വർക്ക് ഡൺ കാണാനുള്ള എക്സ്പ്രഷൻ ആണ് എന്ത് n/n-1 ഇൻറ്റു P4 മൈനസ് P3 ഈ n എന്ന് പറഞ്ഞാൽ എന്താണ്, അഡിയബാറ്റിക് ഇൻഡെക്സ് ആണ്. മേ ബി ഇത് ഗാമ ആകും ഒരു അഡിയബാറ്റിക് പ്രോസസ്സ് ആണെങ്കിൽ. ഇതിപ്പം പോളിട്രോപിക് പ്രോസസ്സ് ആയതുകൊണ്ടാണ് n വന്നത്. ജനറൽ ആയിട്ട് നമ്മൾ n എന്നാണ് പറയുക. ഓൾറൈറ്റ്, അപ്പോൾ ഇതാണ് കംപ്രഷന് വേണ്ടി വരുന്ന വർക്ക് ഡൺ. ഇനി നമുക്ക് എക്സ്പാൻഷനിൽ ചെറിയൊരു ക്വാണ്ടിറ്റി വർക്ക് കിട്ടും അല്ലേ. സോ ആ ഒരു എക്സ്പാൻഷൻ വർക്കാണ് ഞാൻ അടുത്തതായിട്ട് ഇവിടെ എഴുതുന്നത്. അപ്പോൾ എക്സ്പാൻഷൻ വർക്ക് ഓക്കെ, EXP ഈക്വൽ ടു അഗെയിൻ n/n-1 ഇൻറ്റു P1 V1 മൈനസ് P2 V2 ആയിരിക്കും എന്നുള്ളത് അറിഞ്ഞിരിക്കും. ഓൾറൈറ്റ്, ഇനി നമുക്ക് കണ്ടെത്തേണ്ടത് നെറ്റ് എക്സ്റ്റേണൽ വർക്കാണ്. ഓക്കെ, നെറ്റ് എക്സ്റ്റേണൽ വർക്കാണ് നമുക്ക് കണ്ടെത്തേണ്ടത്. നെറ്റ് എക്സ്റ്റേണൽ വർക്ക് W നെറ്റ് വെച്ചിട്ടാണ്, ആൻഡ് ദാറ്റ് ഈസ് ഗിവൺ ബൈ കംപ്രഷൻ വർക്ക് മൈനസ് എക്സ്പാൻഷൻ വർക്ക്. ഓക്കെ, കംപ്രഷൻ വർക്ക് മൈനസ് എക്സ്പാൻഷൻ വർക്ക്. സോ ഇതിൽ കോമൺ ആയിട്ട് കംപ്രഷൻ വർക്ക് ആണെങ്കിലും എക്സ്പാൻഷൻ വർക്ക് ആണെങ്കിലും n/n-1 എന്നുള്ളത് കോമൺ ആണ് അല്ലേ. ബാക്കി വരുന്ന ക്വാണ്ടിറ്റീസ് എന്തൊക്കെയാണെന്ന് നമുക്ക് പരിശോധിക്കാം. P4 V4 മൈനസ് P3 V3 മൈനസ് P1 V1 മൈനസ് P2 V2 ആയിരിക്കും. ഓൾറൈറ്റ്, അതുപോലെ എനിക്കറിയാം PV ഈക്വൽ ടു MRT എന്നറിയാം അല്ലേ. PV ഈക്വൽ ടു MRT എന്നറിയാം. അങ്ങനെയാണെങ്കിൽ എനിക്ക് എന്ത് ചെയ്താം, P1 V1 ഈക്വൽ ടു MRT1 എഴുതാം. അതുപോലെ P2 V2 ഈക്വൽ ടു MRT2. സിമിലർലി എനിക്ക് അങ്ങനെ എഴുതി പോകാം. അങ്ങനെയാണെങ്കിൽ ഈ ഒരു ഇക്വേഷൻ എങ്ങനെ ചേഞ്ച് ചെയ്യും നെക്സ്റ്റ് സ്റ്റെപ്പിൽ. ഓക്കെ, അതെങ്ങനെയാണെന്ന് കൃത്യമായി തന്നെ മനസ്സിലാക്കിക്കോളാം. n/n-1 ഇൻറ്റു n/n-1 ഇൻറ്റു MR. ഓക്കെ, MR കാരണം എമ്മും ആറും കോൺസ്റ്റന്റ് ആണ്. ബാക്കി എന്താ ഉണ്ടാവുക, P4 V4 ഈക്വൽ ടു എനിക്ക് എന്ത് ചെയ്താം, MR T4 എന്ന് എഴുതാം അല്ലേ. അപ്പം ബാക്കി ഇവിടെ എന്താ ഉണ്ടാവുക, T4. ഓക്കെ, T4 മൈനസ് T3. ബാക്കി എന്തുണ്ടാവുക, ഇവിടെ എന്തുണ്ടാകും, മൈനസ് T1 മൈനസ് T2. ഓക്കെ, ഇതെങ്ങനെ വന്നെന്നുള്ളത് കൃത്യമായി തന്നെ മനസ്സിലാക്കിക്കോളാം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ COP കോഎഫിഷ്യന്റ് ഓഫ് പെർഫോമൻസ് നമുക്ക് എങ്ങനെ കണ്ടെത്താം. നമുക്കറിയാം കോഎഫിഷ്യന്റ് ഓഫ് പെർഫോമൻസ് എന്ന് പറഞ്ഞാൽ റെഫ്രിജറേറ്റിംഗ് എഫക്ട് ബൈ നെറ്റ് വർക്കാണ് അല്ലേ, നെറ്റ് വർക്ക് ഇൻപുട്ട് ആണ്. സോ ഇതിൽ റെഫ്രിജറേറ്റിംഗ് എഫക്ട് RE എന്ന് പറഞ്ഞാൽ എന്താണ് ബേസിക്കലി വരിക, ഈ ഹീറ്റ് ആഡഡ് ആണ് അല്ലേ. ഇതെല്ലാം നമുക്ക് അതായത് എത്രത്തോളം ഹീറ്റ് ആണ് ആ ഒരു റെഫ്രിജറേറ്റർ സ്പേസിൽ നിന്ന് ആഡ് ചെയ്ത് അല്ലെങ്കിൽ അബ്സോർബ് ചെയ്ത് എന്നുള്ളതാണ് എന്ത് നമ്മുടെ റെഫ്രിജറേറ്റിംഗ് എഫക്ട്. സോ ഈ ഒരു റെഫ്രിജറേറ്റിംഗ് അതായത് MCP T3 മൈനസ് T2 ആണ് നമ്മുടെ റെഫ്രിജറേറ്റിംഗ് എഫക്ട് എന്ന് മനസ്സിലാക്കുക. അതുപോലെ നെറ്റ് എക്സ്റ്റേണൽ വർക്ക് ഡൺ എന്ന് പറഞ്ഞാൽ എന്താണ്, ഈ ഒരു എക്സ്പ്രഷൻ ആണ്. ഓക്കെ, സോ അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നമുക്ക് എന്ത് കിട്ടും, COP കിട്ടും. അതെങ്ങനെ നമുക്ക് നെക്സ്റ്റ് സ്ലൈഡിൽ നോക്കാം. സോ അഗൈൻ ഞാൻ ആ കാര്യങ്ങൾ ഒന്നുകൂടെ ഇവിടെ കൃത്യം ചെയ്യുന്നുണ്ട്. COP ഈക്വൽ ടു റെഫ്രിജറേറ്റിംഗ് എഫക്ട് ബൈ നെറ്റ് വർക്ക് ഇൻപുട്ട്. ആൻഡ് റെഫ്രിജറേറ്റിംഗ് എഫക്ട് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം എന്താണ്, MCP ഇൻറ്റു T3 മൈനസ് T2 എന്ന് നമുക്കറിയാം, ഡിവൈഡഡ് ബൈ നെറ്റ്വർക്ക് എന്ന് പറഞ്ഞാൽ എന്താണ്, n/n-1 ഇൻറ്റു n/n-1 ഇൻറ്റു MR ഇൻറ്റു T4 മൈനസ് T3 മൈനസ് T1 മൈനസ് T2 എന്ന് പറയാം. ഓക്കെ, സോ ഈ ഒരു എക്സ്പ്രഷൻ സോൾവ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും, COP കിട്ടും. ഓൾറൈറ്റ്, ഇതെങ്ങനെയാണെന്നുള്ളത് നമുക്ക് ഒരു പ്രോബ്ലം ചെയ്യുമ്പോൾ മനസ്സിലാകും. ഓൾറൈറ്റ്, ഇപ്പം നിങ്ങൾ ഇത്രയും കാര്യങ്ങൾ മനസ്സിലാക്കണം. ഇനി നമുക്ക് ഈ ഒരു എയർ റെഫ്രിജറേഷൻ സിസ്റ്റം അല്ലെങ്കിൽ വെൽ-കോൾമൻ സൈക്കിളിൻ്റെ അഡ്വാൻറ്റേജസും ഡിസഡ്വാൻറ്റേജസും ജസ്റ്റ് നോക്കാം. ഫസ്റ്റ് അഡ്വാൻറ്റേജ് ആണ് എന്ത്, സിൻസ് എയർ ഈസ് നോൺ ഫ്ലെയിമബിൾ ദെയർഫോർ നോ റിസ്ക് ഓഫ് ഫയർ. അപ്പം നമ്മൾ സാധാരണ ഈ ഒരു വേപ്പർ കംപ്രഷൻ റെഫ്രിജറേഷൻ സിസ്റ്റത്തിലും അല്ലെങ്കിൽ നമ്മളെ നോർമൽ ഹൗസ് ഹോൾഡിലൊക്കെ ഉള്ള AC-യിലും അതുപോലെ റെഫ്രിജറേറ്റേഴ്സിലൊക്കെ തന്നെ നമ്മൾ യൂസ് ചെയ്യുന്നത് എന്താണ്, കെമിക്കൽസ് അടങ്ങിയ R144 അല്ലെങ്കിൽ RCO2 തുടങ്ങിയ റെഫ്രിജറൻസ് ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അത് എന്ന് പറഞ്ഞാൽ എന്താണ്, ഹൈലി ഫ്ലെയിമബിൾ ആണ്. ഓക്കെ, അപ്പോൾ എയറിനെ സംബന്ധിച്ചിടത്തോളം അങ്ങനത്തെ നോൺ ഫ്ലെയിമബിളും ആണ്. അതുപോലെ ഫയറിൻ്റെ കാര്യത്തിൽ നമുക്ക് പേടിക്കേണ്ട. മറ്റൊരു കാര്യം വളരെ ചീപ്പാണ് എയർ എന്ന് പറഞ്ഞാൽ. ഓക്കെ, ദെൻ മറ്റൊരു കാര്യം ആൻഡ് മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആപ്ലിക്കേഷൻ ആണ് ഈ പറയാൻ പോകുന്ന മൂന്നാമത്തെ കാര്യം. ആസ് കമ്പയർഡ് ടു അതർ റെഫ്രിജറേഷൻ സിസ്റ്റംസ് ദ വെയിറ്റ് ഓഫ് എയർ റെഫ്രിജറേഷൻ സിസ്റ്റം പെർ ടൺ ഓഫ് റെഫ്രിജറേഷൻ ഈസ് ക്വൈറ്റ് ലോ. ബിക്കോസ് ഓഫ് ദിസ് റീസൺ ദിസ് സിസ്റ്റം ഈസ് എംപ്ലോയിഡ് ഇൻ എയർക്രാഫ്റ്റ്. അപ്പം നമുക്കറിയാം എയർക്രാഫ്റ്റിലൊക്കെ പരമാവധി കോമ്പണൻസിൻ്റെ വെയിറ്റ് കുറയ്ക്കുക എന്നുള്ളതാണ് നമ്മളുടെ അൾട്ടിമേറ്റ് എയിം. അപ്പോൾ ഈ ഒരു എയർ റെഫ്രിജറേഷൻ സിസ്റ്റത്തിനെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ വെയിറ്റ് കമ്പാരിറ്റീവ്ലി കുറവാണ് പെർ COP കൺസിഡർ ചെയ്യുകയാണെങ്കിൽ.
അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളിത് പ്രധാനമായും എയർക്രാഫ്റ്റിലാണ് യൂസ് ചെയ്യുന്നത് എന്നുള്ളതും കൂടി മനസ്സിലാക്കിക്കോളാം. പിന്നെയും ഒരുപാട് അഡ്വാൻറ്റേജ് ഉണ്ട്. ഈ ഒരു എയർ വർക്കിംഗ് ഫ്ലൂയിഡ് ആയതുകൊണ്ട് തന്നെ ടോക്സിക് ഗ്യാസസ് ഒന്നും തന്നെ പുറത്തേക്ക് വരില്ല. അതുപോലെ ഓസോൺ ലെയർ ഡിപ്ലീഷൻ തുടങ്ങിയ പ്രശ്നങ്ങളൊന്നും തന്നെ ഉണ്ടാവില്ല. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾക്ക് ഇതിൻ്റെ അഡ്വാൻറ്റേജസ് ആയിട്ട് എഴുതിക്കോളാം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായും ഇതിൻ്റെ ഡിസഡ്വാൻറ്റേജസും കൂടെ നമുക്ക് നോക്കാം. കാരണം ഈ പറഞ്ഞ ഡിസഡ്വാൻറ്റേജസ് ഉണ്ടായതുകൊണ്ടാണല്ലോ നമ്മളത് കൊമേഴ്ഷ്യലി അല്ലെങ്കിൽ നമ്മുടെ വീടുകളിൽ തന്നെ ഈ ഒരു എയർ റെഫ്രിജറേഷൻ സിസ്റ്റം നമ്മൾ യൂസ് ചെയ്യാത്തത്. സോ നമുക്ക് നോക്കാം എന്തൊക്കെയാണ് ഇതിൻ്റെ ഡിസഡ്വാൻറ്റേജസ് വരുന്നത് എന്നുള്ളത്. ഫസ്റ്റ് വണ്ണാണ് ദ COP ഓഫ് ദിസ് റെഫ്രിജറേഷൻ സിസ്റ്റം ഈസ് വെരി ലോ ഇൻ കമ്പാരിസൺ ടു അതർ സിസ്റ്റം. അപ്പം കോഎഫിഷ്യൻ്റ് ഓഫ് പെർഫോമൻസ്, അതായത് ഈ ഒരു എയർ റെഫ്രിജറേഷൻ സിസ്റ്റത്തിൻ്റെ COP, അതായത് പെർഫോമൻസ് വളരെ കുറവാണ് മറ്റു വേപ്പർ കംപ്രഷൻ റെഫ്രിജറേഷൻ സിസ്റ്റത്തിനെ കമ്പയർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ. ദെൻ ദി വെയിറ്റ് ഓഫ് എയർ റിക്വയർഡ് ടു ബി സർക്കുലേറ്റഡ് ഈസ് മോർ കമ്പയർഡ് വിത്ത് റെഫ്രിജറൻസ് യൂസ്ഡ് ഇൻ അതർ സിസ്റ്റം. അപ്പോൾ നമുക്ക് ഉള്ള ഈ കുറച്ച് COP തന്നെ അച്ചീവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്താണ് ഒരുപാട് എയറിൻ്റെ, അതും പ്യുവർ എയറിൻ്റെ അവൈലബിലിറ്റി അത്യാവശ്യമാണ്. ഓക്കെ, അതുകൊണ്ടൊക്കെ തന്നെ നമുക്ക് വളരെയധികം ലിമിറ്റേഷൻസ് ഉണ്ട് ഈ ഒരു എയർ റെഫ്രിജറേഷൻ സിസ്റ്റം നമ്മുടെ ഡെയിലി ലൈഫിലും അതുപോലെ കൊമേഴ്ഷ്യൽ യൂസിനൊക്കെ തന്നെ യൂസ് ചെയ്യാം. പക്ഷെ എന്നാൽ ഞാൻ പറഞ്ഞല്ലോ ഈ ഒരു എയർക്രാഫ്റ്റിൽ ഇതുപോലത്തെ ഈ ഒരു ആപ്ലിക്കേഷൻ ഉണ്ടായതുകൊണ്ട് തന്നെ നമ്മൾ എയർക്രാഫ്റ്റ്സിൽ യൂസ് ചെയ്യുന്നതും കൂടി നിങ്ങൾ അറിഞ്ഞിരിക്കുക. ഓക്കെ, അടുത്തായിട്ട് നമുക്കൊരു വെൽകോൾമെൻ സൈക്കിളിൻ്റെ ഒരു പ്രോബ്ലം ചെയ്ത് നോക്കാം. ഇതേപോലത്തെ ഒരു പ്രോബ്ലം നിങ്ങളുടെ യൂണിവേഴ്സിറ്റി ചോദിച്ചിട്ടുണ്ട്. സോ ആ ഒരു പ്രോബ്ലം നിങ്ങൾ സ്വന്തമായിട്ട് ചെയ്യാൻ നോക്കുക. ഇത് എങ്ങനെ ചെയ്യുന്നത് ഞാൻ പറഞ്ഞുതരാം. അപ്പം ഞാൻ എല്ലായ്പ്പോഴും പറയുന്നത് പോലെ നിങ്ങൾ കൺസെപ്റ്റ് മനസ്സിലാക്കുക. ഓക്കെ, പിന്നെ ഏത് പ്രോബ്ലം നിങ്ങൾക്ക് ചെയ്യാൻ സാധിക്കും. ഇനി നമുക്ക് പ്രോബ്ലത്തിലേക്ക് കിടക്കാം. എ വെൽകോൾമെൻ റെഫ്രിജറേറ്റർ ഓപ്പറേറ്റ്സ് ബിറ്റ്വീൻ പ്രഷർ ലിമിറ്റ്സ് 1 bar and 8 bar. ഓക്കെ, നമുക്ക് പ്രഷർ ലിമിറ്റ്സ് തന്നിട്ടുണ്ട്. എന്താണ് 1 bar ഉം 8 bar ആണെന്ന്. എയർ ഈസ് ഡ്രോൺ ഫ്രം ദി കോൾഡ് ചേംബർ അറ്റ് 9 degree Celsius, compressed and then it is cooled to 29 degree Celsius before entering the expansion cylinder. അപ്പോൾ നമുക്കിവിടെ എന്തൊക്കെ തന്നിട്ടുണ്ട്? എയർ ഈസ് ഡ്രോൺ ഫ്രം ദി കോൾഡ് ചേംബർ എന്നാണ് പറയുന്നത് അല്ലേ. അപ്പം കോൾഡ് ചേംബറിന്, അതായത് നമ്മൾ ആ റെഫ്രിജറേറ്റർ സ്പേസിൻ്റെ എക്സിറ്റുള്ള ടെമ്പറേച്ചറാണ് ഈ ഒരു 9 degree Celsius എന്ന് മനസ്സിലാക്കിക്കോളാം. ദെൻ കംപ്രസ്ഡ് ആൻഡ് ദെൻ ഇറ്റ് ഈസ് കൂൾഡ് ടു 29 degree Celsius. ഓക്കെ, അതിനുശേഷം നമ്മൾ കംപ്രസ് ചെയ്തിട്ട് കൂൾ ചെയ്തിട്ട് 29 degree Celsiusലേക്ക് കൊടുക്കുന്നത് ബിഫോർ എൻട്രിങ് ദി എക്സ്പാൻഷൻ സിലിണ്ടർ. അതായത് എക്സ്പാൻഷൻ സിലിണ്ടറിലേക്ക് എത്തുന്നതിന് മുന്നേ ഈ ഒരു എയറിൻ്റെ ടെമ്പറേച്ചർ 29 degree Celsius ആണെന്ന് അറിഞ്ഞിരിക്കാം. എക്സ്പാൻഷൻ ആൻഡ് കംപ്രഷൻ ഫോളോസ് ദി ലോ PV raised to 1.35 equal to constant. അപ്പോൾ ഇതൊരു പോളിട്രോപ്പിക് പ്രോസസ്സാണ്. കാരണം PV raised to n equal to constant എന്നാണ്. കാരണം ഗാമ ആണെന്നുണ്ടെങ്കിൽ PV raised to 1.4 എന്ന് വരും. ഇവിടെ പോളിട്രോപ്പിക് പ്രോസസ്സാണ്. ഓക്കെ, n equal to 1.35 ആണ്. അങ്ങനെയാണെങ്കിൽ കാൽക്കുലേറ്റ് ദി തിയററ്റിക്കൽ COP ഓഫ് ദി സിസ്റ്റം ഫോർ എയർ ടേക്ക് ഗാമ ഈക്വൽ ടു 1.4, CP ഈക്വൽ ടു 1.003 kJ/kg തന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ എല്ലായ്പ്പോഴും പറയും പോലെ നിങ്ങൾ ആദ്യം തന്നെ ഇങ്ങനത്തെ ഒരു വെൽകോൾമെൻ സൈക്കിളിൻ്റെ പ്രോബ്ലം കിട്ടുകയാണെങ്കിൽ ആദ്യം ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ അതിൻ്റെ ഡയഗ്രാം വരയ്ക്കുക. ഓക്കെ, എസ്പെഷ്യലി PV ഡയഗ്രാം നമുക്കൊന്ന് കൺസ്ട്രക്ട് ചെയ്ത് നോക്കാം. ആൻഡ് അതിൽ നമുക്ക് പ്രോസസ്സുകൾ മാർക്ക് ചെയ്യാം. അപ്പം പ്രോസസ്സുകൾ നമുക്ക് മാർക്ക് ചെയ്താൽ കാണാൻ സാധിക്കും. പ്രഷർ ലിമിറ്റ് ആദ്യം തന്നിട്ടുണ്ട് 1 bar ഉം 8 bar ഉം അല്ലേ. നമുക്ക് കംപ്രസ് ചെയ്യുന്നത് എന്താണ് 1 bar ന്ന് 8 bar കംപ്രസ് ചെയ്യുന്നത്. ഓക്കെ, സോ ആ സെയിം പ്രഷർ തന്നെയായിരിക്കും ഈ 1, 2 എന്നുള്ളതും. അതുപോലെ 1 ഉം 4 ഉം സെയിം പ്രഷർ ആയിരിക്കും. അതുപോലെ 2 ഉം 3 ഉം സെയിം പ്രഷർ ആയിരിക്കും. സോ ആ ഒരു പ്രഷർ ഞാനിവിടെ മാർക്ക് ചെയ്തിട്ട് വെച്ചിട്ടുണ്ട്. ദെൻ എയർ ഇസ് ഡ്രോൺ ഫ്രം ദി കോൾഡ് ചേംബർ അറ്റ് 9 degree Celsius. ഓക്കെ, അപ്പോൾ ഇതിൽ ഏത് പോയിന്റിലായിരിക്കും 9 degree Celsius എന്ന് പറയാം? അതായത് കോൾഡ് ചേംബറിന് പുറത്തേക്ക് വരുന്ന എയറിനാണ് 9 degree Celsius അല്ലേ. അപ്പോൾ ഇതാണ് കോൾഡ് ചേംബറിന് പുറത്തേക്ക് വരുന്ന എയർ. ഈ ഒരു സ്റ്റേറ്റിലായിരിക്കും ഉണ്ടാകുക, 3 എന്നുള്ള സ്റ്റേറ്റിലായിരിക്കും ഉണ്ടാകുക അല്ലേ. അപ്പോൾ T3 ആണ് നമുക്ക് തന്നിരിക്കുന്ന ഈ ഒരു 9 degree Celsius എന്ന് ക്വസ്റ്റ്യൻ നിങ്ങൾ മനസ്സിലാക്കി പഠിക്കണം. ഓക്കെ, ദെൻ എന്താണ് പറയുന്നത്? കംപ്രസ്ഡ് ആൻഡ് ദെൻ ഇറ്റ് ഈസ് കൂൾഡ് ടു 29 degree Celsius. അപ്പോൾ ഈ ഒരു പ്രോസസ്സാണ് 3 to 4 ആണ് കംപ്രഷൻ എന്ന് പറയാം. അതിനുശേഷം ഇത് കൂൾ ചെയ്ത് അല്ലേ, കൂൾ ചെയ്ത് എത്രയാണ്, എത്ര ടെമ്പറേച്ചർ വരെ കൂൾ ചെയ്ത് 29 degree Celsius വരെ കൂൾ ചെയ്ത്. ഓക്കെ, അപ്പോൾ ഈ 4-1 ആണ് കൂളിംഗ് പ്രോസസ്സ് എന്ന് പറഞ്ഞത്. അപ്പോൾ കൂൾ ചെയ്ത് കഴിഞ്ഞപ്പോൾ എന്താണ് 29 degree Celsius ആണ് ബിഫോർ എൻ്ററിങ് ദിസ് എക്സ്പാൻഷൻ സിലിണ്ടർ. ഓക്കെ, അപ്പോൾ ഈ ഒരു സ്റ്റേറ്റ് 1 T1 ആണ് ഈ ഒരു 29 degree Celsius എന്ന് മനസ്സിലാക്കിക്കോളാം. കാരണം ഈ ഒരു പ്രോസസ്സാണല്ലോ 1 to 2 ആണല്ലോ എക്സ്പാൻഷൻ. ഓക്കെ, അപ്പോൾ ആ എക്സ്പാൻഷൻ ചെയ്യുന്നതിൻ്റെ മുന്നേ ടെമ്പറേച്ചർ 29 degree Celsius ആണെന്ന് മനസ്സിലാക്കിക്കോളാം. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ PV ഡയഗ്രാം വച്ചിട്ട് മനസ്സിലാക്കി വെക്കണം. ഇപ്പോൾ ഈ തന്ന ടെമ്പറേച്ചർ 29 degree Celsius 9 degree Celsius T1 ആണോ T2 ആണോ T3 ആണോ എന്നൊക്കെ നിങ്ങൾ ആദ്യം തന്നെ മനസ്സിലാക്കി വെക്കണം. ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഗിവൺ ഡാറ്റ എടുത്ത് എഴുതാം. ഓക്കെ, ഗിവൺ നമുക്ക് എന്തൊക്കെ കാര്യങ്ങളാണ് തന്നിരിക്കുന്നത്? പ്രഷർ തന്നിട്ടുണ്ട് അല്ലേ, P1 = 1 bar തന്നിട്ടുണ്ട്. അതുപോലെ
P2 തന്നിട്ടുണ്ട്. എത്രയാണ് P2 ഈക്വൽ ടു 8 ബാർ തന്നിട്ടുണ്ട്. ഓക്കെ, 8 ബാർ തന്നിട്ടുണ്ട്. അതുപോലെ ടെമ്പറേച്ചർ ഓക്കെ T3 ഈക്വൽ ടു എത്രയാണ്, ഞാൻ അതിനെ കെൽവിനിലേക്ക് ആക്കിയിട്ട് എഴുതാണ്. 9 ഡിഗ്രി സെൽഷ്യസിനെ കെൽവിനിലേക്ക് ആക്കുമ്പോൾ 282 കെൽവിൻ കിട്ടും. ഓക്കെ, 282 കെൽവിൻ കിട്ടും. ദെൻ T1 ഈക്വൽ ടു 302 കെൽവിൻ കിട്ടും. 302 കെൽവിന് കിട്ടും. അതുപോലെ നമുക്ക് ഇനി കണ്ടെത്തേണ്ട രണ്ട് ടെമ്പറേച്ചേഴ്സ് ആണ് T4ഉം അതുപോലെ T2ഉം. ഓക്കെ, അതെങ്ങനെ കണ്ടെത്താം? കാരണം ടെമ്പറേച്ചർ കണ്ടെത്തിയാൽ മാത്രമേ നമുക്ക് COP ഒക്കെ കണ്ടെത്താൻ സാധിക്കുള്ളൂ. ഓക്കെ, P4 P3 റൈസ് ടു n-1/n ആണ്. അതുപോലെ നമുക്കറിയാം P4 അല്ലെങ്കിൽ P4 ഈക്വൽ ടു എന്താണ് P1 ആണെന്ന് അറിയാം. അതുപോലെ P2 ഈക്വൽ ടു P3 എന്ന് പറയാം. അങ്ങനെയാണെങ്കിൽ എനിക്ക് എന്ത് ചെയ്താം, P4/P3 ഈക്വൽ ടു P1/P2 എന്ന് എഴുതിക്കൂടെ, P1/P2 എന്ന് എഴുതാം. ഓൾ റൈറ്റ്. സോ ആ ഒരു കാര്യം ഞാൻ ഇവിടെ എഴുതാം, ഈക്വൽ ടു P1/P2 റൈസ് ടു n-1/n എഴുതാം. ഓക്കെ, ഇനി ഈ വാല്യൂസ് ഇതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. P1/P2 എന്ന് പറഞ്ഞാൽ എന്താണ്, 8/. 1 സെക്കൻഡ്, ഞാനിവിടെ P1 P2 ഗിവൺ ഡാറ്റ എടുത്ത് എഴുതിയതിൽ ചെറിയൊരു മിസ്റ്റേക്ക് വന്നിട്ടുണ്ട്. ഫിഗറിൽ സെയിം തന്നെയാണ് വരുന്നത്. P1 P2 മാർക്ക് പോയിട്ടുണ്ടല്ലേ. സോ P2 ആണ് 1 ബാർ, അതുപോലെ P1 ആണ് 8 ബാർ. ഞാൻ മുന്നേ എപ്പോഴെങ്കിലും പറഞ്ഞത് മാർക്ക് പോയിട്ടുണ്ടെങ്കിൽ നിങ്ങളൊന്ന് കറക്റ്റ് ചെയ്യുക. ഓക്കെ, ഞാനിവിടെ ഡയറക്റ്റിൽ കൊടുത്തത് കറക്റ്റാണ്. സോ ആ വാല്യൂസ് നമ്മളിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. 8/1 റൈസ് ടു n-1/n. n എന്ന് പറഞ്ഞാൽ നമുക്കറിയാം എത്രയാണ്, n-ന്റെ വാല്യൂ കൂടെ നമുക്ക് ക്വസ്റ്റ്യൻ എത്രയാണ്, 1.35 ആണ്. ഓക്കെ, 1.35 ആണെന്നുള്ളത് 1.35 മൈനസ് 35 മൈനസ് 1/1.35. ഓക്കെ, സോ ഇത് ചെയ്താൽ നിങ്ങൾക്ക് ഏകദേശം 1.71 എന്ന് കിട്ടും. അതായത് T4/T3 ഈക്വൽ ടു 1.71 കിട്ടും. ഓൾ റൈറ്റ്. ഇതിൽ നിന്നും നമുക്ക് എന്ത് ഈസി ആയിട്ട് T4 കണ്ടെത്താം. T4 ഈക്വൽ ടു T3 ഇൻറ്റു 1.71 ആണ്. ആൻഡ് ദാറ്റ് ഈസ് ഈക്വൽ ടു T3 നമുക്ക് ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്. എത്രയാണ്, 282 എന്ന് തന്നിട്ടുണ്ട് അല്ലേ. അപ്പം 282 ഇൻറ്റു 1.71 ഈക്വൽ ടു എത്രയാണ് കിട്ടുക, 482.2 കെൽവിന് നമുക്ക് കിട്ടും. ഓൾ റൈറ്റ്. ഇനി ഇതേപോലെ നമുക്ക് എന്ത് കണ്ടെത്താം, ഈ ഒരു T2 കണ്ടെത്താം. അതെങ്ങനെയാണെന്നുള്ളത് നമുക്ക് നോക്കാം. അപ്പോൾ അതെങ്ങനെയാണെന്ന് വെച്ചാൽ ഞാൻ ഇപ്പോഴേ പറഞ്ഞു തന്നേക്കാം. കാരണം 1ഉം 2 എന്ന് പറഞ്ഞാൽ എന്താണ്, പോളിട്രോപ്പിക് എക്സ്പാൻഷൻ പ്രോസസ്സാണ് അല്ലേ, പോളിട്രോപ്പിക് എക്സ്പാൻഷൻ പ്രോസസ്സാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് എന്താണ് അവിടെയും ഈ ഒരു ടെമ്പറേച്ചറിൻ്റെയും പ്രഷറിൻ്റെയും റിലേഷൻ യൂസ് ചെയ്തിട്ട് T2 കണ്ടെത്താം. ഓൾ റൈറ്റ്. അപ്പം ഫോർ പോളിട്രോപ്പിക് എക്സ്പാൻഷൻ 1 to 2 pressure temperature relationship is given by T1/T2 is equal to P1/P2 all raised to n-1/n ആണ് നമുക്കറിയാം അല്ലേ. അപ്പം ഈ n-1 അതായത് 8/1 raised to 1.35 മൈനസ് 1/1.35 ആണ്. ആൻഡ് ഇത് സോൾവ് ചെയ്താൽ എത്ര കിട്ടും, അഗെയിൻ 1.71 കിട്ടും. ഓക്കെ, ഈക്വൽ ടു 1.71 കിട്ടും. അതായത് T1/T2 ഈക്വൽ ടു 1.7 ആണ്. ഇതിൽ നിന്ന് നമുക്ക് T2 കണ്ടെത്താം. എന്താണ്, T2 ഈക്വൽ ടു T1/1.7 ആണ്. T1 എന്ന് പറഞ്ഞാൽ നമുക്ക് ഓൾറെഡി അറിയാം 302 എന്ന് പറയാം, ഡിവൈഡ് ബൈ 1.71 ആൻഡ് ദാറ്റ് ഈസ് ഈക്വൽ ടു 176.6 കെൽവിന് കിട്ടും. ഓക്കെ, അപ്പം എല്ലാ പോയിന്റിലുള്ള ടെമ്പറേച്ചേഴ്സും നമുക്ക് കിട്ടി. ഇനി അടുത്തതായിട്ട് നമുക്ക് നോക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഹീറ്റ് എക്സ്ട്രാക്റ്റഡ് കണ്ടെത്തണം. ഓക്കെ, എത്രത്തോളം ഹീറ്റാണ് അതായത് ഈ ഒരു റെഫ്രിജറന്റ് അബ്സോർബ് ചെയ്തതെന്നുള്ളത് നമുക്ക് കണ്ടെത്തണം. അത് വളരെ സിമ്പിളായിട്ട് തന്നെ കണ്ടെത്താം. അപ്പോൾ അതായത് ദാറ്റ്സ് ഗിവൺ ബൈ ഹീറ്റ് എക്സ്ട്രാക്റ്റഡ് പെർ കിലോഗ്രാം ഓഫ് എയർ ഈക്വൽ ടു Cp ഇൻറ്റു T3 മൈനസ് T2. ഓക്കെ, ഇവിടെ ശരിക്കും MCP ഉണ്ടാവുമോ അല്ല, ഇവിടെ നമ്മൾ മുന്നേ ഹീറ്റ് എക്സ്ട്രാക്റ്റഡ് പറഞ്ഞപ്പോൾ ഇവിടെ എന്തായിരുന്നു, മാസം ഉണ്ടായിരുന്നു അല്ലേ. ഇവിടെ നമുക്ക് പെർ കിലോഗ്രാം ആണ്, അതുകൊണ്ട് തന്നെ ഡിവൈഡ് ബൈ M ഉണ്ടാകും. അതുകൊണ്ട് ഇവിടെ M ഉണ്ടാവില്ല എന്നുള്ളത് മനസ്സിലാക്കണം. MCPയിൽ ഡിവൈഡ് ബൈ M
ഉണ്ടാകില്ല പെർ കിലോഗ്രാം ആയതുകൊണ്ട് എന്നുള്ളത് മനസ്സിലായിക്കോളാം. പറയാത്തവർക്ക് വേണ്ടി പറഞ്ഞതാണ്. ഓക്കെ, സോ ആ വാല്യൂസ് നമുക്ക് ഇതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നോക്കാം. അപ്പോൾ എന്ത് കിട്ടും? സി പി എന്ന് പറഞ്ഞാൽ നമുക്കറിയാം 1.003 ഇൻറ്റു 282 മൈനസ് 176.6 ആണെന്ന് അറിയാം അല്ലേ. ആൻഡ് ഇത് സോൾവ് ചെയ്താൽ എത്ര കിട്ടും? 105.7 കിലോ ജൂൾ പെർ കിലോഗ്രാം എന്ന് കിട്ടും. ഇനി നമുക്ക് ഹീറ്റ് റിജക്റ്റഡ് കണ്ടുപിടിക്കണം ഇതേപോലെ. ഓക്കെ, ഹീറ്റ് റിജക്റ്റഡ്. സോ ദാറ്റ് ഈസ് ഗിവൺ ബൈ heat rejected per kilogram of air, that is equal to per kilogram ആയതുകൊണ്ട് തന്നെ Cp into T4 minus T1 ആണ്, and that is equal to 1.003 into 482.2 minus 302, and that is equal to 180.7. okay, 180.7 kilojoule per kilogram ആണ് നമുക്ക് എന്ത് ഹീറ്റ് റിജക്റ്റഡ് പെർ കിലോഗ്രാം ഓഫ് എയർ. ഇനി നമുക്ക് മോസ്റ്റ് ഇമ്പോർട്ടൻ്റ്ലി വർക്ക് ഡൺ കണ്ടെത്തണം. ഓക്കെ, വർക്ക് ഡൺ കണ്ടെത്തണം. എന്നാൽ മാത്രമേ നമുക്ക് COP ഈസി ആയിട്ട് കണ്ടെത്താൻ സാധിക്കുള്ളൂ. വർക്ക് ഡൺ കണ്ടെത്താനുള്ള ഇക്വേഷൻ എന്തായിരുന്നു? n/n-1 ഇൻറ്റു MR ഉണ്ടായിരുന്നു. ഇവിടെ നമുക്ക് വർക്ക് ഡൺ പെർ കിലോഗ്രാം ആണ് കണ്ടെത്തുന്നത്. സോ n ഇൻറ്റു R ഇൻറ്റു T4 മൈനസ് T3 മൈനസ് T1 മൈനസ് T2 ആണ്. ഓക്കെ, അപ്പോൾ ഇതിൽ എല്ലാ കാര്യങ്ങളും നമുക്കറിയാം എക്സെപ്റ്റ് എന്താണ് ഈ ക്യാരക്ടറിസ്റ്റിക് ഗ്യാസ് കോൺസ്റ്റന്റിന്റെ വാല്യൂ ആയ R. സോ അതെങ്ങനെ നമുക്ക് കണ്ടെത്താം? ആറിന്റെ വാല്യൂ ക്വസ്റ്റ്യൻ തന്നിട്ടില്ല, പക്ഷേ ഇൻഡയറക്ട്ലി നമുക്ക് CVന്റെ ഒക്കെ വാല്യൂ തന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈസി ആയിട്ട് നമുക്ക് ആറിന്റെ വാല്യൂ കണ്ടെത്താം. അതെങ്ങനെ നമുക്ക് ഞാൻ പറഞ്ഞുതരാം. നമുക്കറിയാം CP/CV ഈക്വൽ ടു ഗാമ എന്നറിയാം അല്ലേ. പിന്നെ ക്വസ്റ്റ്യൻ നമുക്ക് ഓൾറെഡി തന്നിട്ടുണ്ട് CPന്റെ വാല്യൂ. അപ്പോൾ അതിൽ നിന്നും എനിക്ക് എന്ത് കണ്ടെത്താം? CVന്റെ വാല്യൂ കണ്ടെത്താം. CV എന്ന് പറഞ്ഞാൽ എന്താണ്? CP/ഗാമയാണ് അല്ലേ. അപ്പം CPന്റെ വാല്യൂ എത്രയാണ് ക്വസ്റ്റ്യൻ തന്നിരിക്കുന്നത്? 1.003 തന്നിട്ടുണ്ട്. ഗാമന്റെ വാല്യൂ 1.4. അങ്ങനെയാണെങ്കിൽ CVന്റെ വാല്യൂ എത്ര കിട്ടും? CVന്റെ വാല്യൂ ഈക്വൽ ടു 0.287. ഓക്കെ, 0.287 കിലോജൂൾ പെർ കിലോഗ്രാം കെൽവിൻ കിട്ടും. ഓക്കെ, 0.287 കിലോജൂൾ പെർ കിലോഗ്രാം കിട്ടും. ഇനി നമുക്ക് ക്യാരക്ടറിസ്റ്റിക് ഗ്യാസ് കോൺസ്റ്റന്റിന്റെ ആറിന്റെ വാല്യൂ കണ്ടെത്തണം. ആർ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം CP മൈനസ് CV ആണെന്ന് അറിയാം അല്ലേ. അപ്പം CP ഓൾറെഡി തന്നിട്ടുണ്ട് 1.003 ആണെന്നും, അതുപോലെ CVന്റെ വാല്യൂ ഇത് ഡിവൈഡ് ചെയ്താൽ നിങ്ങൾക്ക് കിട്ടുക 0.716 ആണ് കിട്ടുക. ഓക്കെ, 0.716 കിലോ ജൂൾ പെർ കിലോഗ്രാം ആണ് കിട്ടുക. ഓക്കെ, ഞാൻ പറഞ്ഞത് മാറിപ്പോയതാണ്. ഈ രണ്ട് കാര്യങ്ങൾ സബ്ട്രാക്ട് ചെയ്താലാണ് നമുക്ക് 0.218 കിട്ടുക. ഇനി നമുക്കറിയാം CP എന്ന് പറഞ്ഞാൽ എത്രയാണ്? 1.003 ആണെന്ന് അറിയാം. അതുപോലെ CV എന്ന് പറഞ്ഞാൽ 0.716 ആണെന്ന് അറിയാം. സോ അത് സബ്ട്രാക്ട് ചെയ്താൽ നമുക്ക് എത്ര കിട്ടും? ആറിൻ്റെ വാല്യൂ 0.287 ആയിട്ട് കിട്ടും. ഓക്കെ, ആറിൻ്റെ വാല്യൂ ആണ് 0.287 കിലോ ജൂൾ പെർ കിലോഗ്രാം ആയിട്ട് കിട്ടുക. കൃത്യമായി തന്നെ മനസ്സിലാക്കുക. അപ്പോൾ നമുക്ക് എല്ലാ വാല്യൂസും കിട്ടി. ഇനി ആ ഒരു വർക്ക് ഡൺ കാണുന്ന എക്സ്പ്രഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്താൽ മാത്രം മതി. അപ്പം നിങ്ങൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് വെക്കുക. ഞാൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് എനിക്ക് കിട്ടിയ ആൻസർ ആണ് വർക്ക് ഡൺ ഈക്വൽ ടു 82.8 കിലോ ജൂൾ പെർ കിലോഗ്രാം. ഓക്കെ, ഇന്ന് ക്രോസ് ചെക്ക് ചെയ്യുക, വെരിഫൈ ചെയ്യുക. എന്തെങ്കിലും കറക്ഷൻസ് ഉണ്ട് തീർച്ചയായും അറിയിക്കുക. ഓൾറൈറ്റ്, ഇനി നമുക്ക് COP കണ്ടെത്താം. COP ഈക്വൽ ടു റെഫ്രിജറേറ്റിംഗ് എഫക്റ്റ് അല്ലെങ്കിൽ ഹീറ്റ് എക്സ്ട്രാക്റ്റഡ്. ഓക്കെ, ഹീറ്റ് എക്സ്ട്രാക്റ്റഡ് ഡിവൈഡഡ് ബൈ നെറ്റ്വർക്ക്. സോ ഹീറ്റ് എക്സ്ട്രാക്റ്റഡ് എന്ന് പറഞ്ഞാൽ എത്രയാണ്? 105.7 ഡിവൈഡ് ബൈ നെറ്റ്വർക്ക് 82.4. സോ നമുക്ക് കിട്ടും COP കോഎഫിഷ്യന്റ് പെർഫോമൻസ് 1.27. ഓക്കെ, ഈ ഒരു 1.27 എന്ന് പറഞ്ഞാൽ എന്താണ്? കമ്പാരിറ്റീവ്ലി COP ഒരു ലോവർ വാല്യൂ ആണ്. അപ്പോൾ അത് തന്നെയാണ് ഈ ഒരു എയർ റെഫ്രിജറേഷൻ സിസ്റ്റത്തിൻ്റെ ഡിസഡ്വാൻറ്റേജ് കൂടി മനസ്സിലാക്കിക്കളാം. ഓക്കെ, അപ്പോൾ ഇനി നിങ്ങൾ എന്ത് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇങ്ങനത്തെ ഒരുപാട് പ്രോബ്ലംസ് വർക്കൗട്ട് ചെയ്ത് നോക്കുക. എന്തെങ്കിലും ഡൗട്ടോ ഡിഫിക്കൽട്ടീസോ ഫീൽ ചെയ്തിട്ട് തീർച്ചയായും അറിയിക്കുക. കൂടുതൽ വീഡിയോസ് വേണമെങ്കിൽ അതും അറിയിക്കുക, നമുക്ക് സെപ്പറേറ്റ് ഉണ്ടാക്കാം. സോ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. മറ്റൊരു വീഡിയോസുമായിട്ട് മറ്റൊരു ക്ലാസ്സിൽ കാണുന്നവരെല്ലാവർക്കും ഗുഡ് ബൈ.